കേരളകലാമണ്ഡലം പഞ്ചവാദ്യ വിഭാഗത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷവേളയുടെ ഒന്നാം ദിവസം കേരളത്തിൻ്റെ വാദ്യകലാ ചരിത്രം എന്ന ശീർഷകത്തിൽ സെമിനാർ ആരംഭിക്കുകയാണ്. സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കവിയും നോവൽകാരനും അധ്യാപകനും താളവാദ്യ വിശാരദനും കലാനിരൂപകനും പ്രഭാഷകനുമായ ഡോക്ടർ മനോജ് കുറൂർ. ഈ സെമിനാറിൽ പാലക്കാട് മഹേഷ് കുമാർ, കൊട്ടാരം സംഗീത് മാരാർ, വിനോദ് കണ്ടങ്കാവിൽ എന്നിവർ തുടർന്ന് സംസാരിക്കുന്നു. കേരളത്തിൻ്റെ വൈവിധ്യവും സമ്പൂർണവും വിപുലവും സമൃദ്ധവുമായ വാദ്യ കലാചരിത്രത്തെ ചുരുങ്ങിയ സമയത്തിൽ പ്രതിപാദിക്കുക എന്നത് അസാധ്യമാണ്. എങ്കിലും ഈ സെമിനാറിൻ്റെ സമയപരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ വാദ്യ കലാ ചരിത്രം, അതിൻ്റെ വികാസ പരിണാമങ്ങൾ, അതിൻ്റെ താള വൈവിധ്യം, അതിൻ്റെ സൗന്ദര്യ ശാസ്ത്രം തുടങ്ങി അതിൻ്റെ ഉൾപ്പൊരുളിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മൾ 1 മണിക്കൂർ വൈകിയാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി നീങ്ങേണ്ടതുണ്ട്. ഡോക്ടർ മനോജ് കുറൂരിനെ വിഷയം അവതരിപ്പിക്കുന്നതിനായി സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. ഈ സെഷൻ്റെ മോഡറേറ്റർ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ NP വിജയകൃഷ്ണൻ, പ്രബന്ധാവതാരകരായ മറ്റ് സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹൃദയരെ, പണ്ഡിതരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സെമിനാറിൽ വളരെ വിസ്തരിച്ച് സംസാരിക്കണം എന്ന ഒരു നിർദ്ദേശം ഇവിടുന്ന് ക്ഷണിച്ചപ്പോൾ ലഭിച്ചിരുന്നത് കൊണ്ട് ആ നിലയിലാണ് ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ നമുക്ക് അധികം സമയം അതിനുവേണ്ടി എടുക്കാനില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച ഈ കർത്തവ്യം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, എന്നെക്കൊണ്ടാവുന്ന വിധം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൻ്റെ വാദ്യകലാ ചരിത്രമാണ് വിഷയം. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമുക്ക് സമയത്തിൻ്റെ ആ ലഭ്യത അത് പ്രധാനമാണല്ലോ. ഞാനൊരു കഴിഞ്ഞ മാസം ഇവിടെ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാറിന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ കേരളത്തിൻ്റെ ഈ ഭൂമിശാസ്ത്ര പരിസരത്ത് ഉള്ള കലകളെ വേണ്ട വിധം മനസ്സിലാക്കണമെങ്കിൽ നമ്മളധികം സംസാരിക്കാറില്ലാത്ത പഴയ തമിഴ് പാരമ്പര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയാലേ സാധ്യമാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ വിഷയത്തിലും തീർച്ചയായിട്ടും അത് ആവർത്തിക്കുകയാണ്. കാരണം അന്ന് ഞാൻ കൂത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. ഇന്ന് അതുകൊണ്ട് തന്നെ കൂത്തിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് വാദ്യങ്ങളുടെ ഭാഗം മാത്രമായിട്ട് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് ശ്രീ KV രാജാനന്ദേട്ടനൊക്കെ ഉണ്ട് ഇവിടെ. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹമായിട്ട് ഞാൻ എടുത്തു പറയാൻ കാര്യം വെച്ചാൽ അദ്ദേഹമൊക്കെ ആയിട്ട് നിരന്തരം ഇങ്ങനെ ഇതേപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒരു വലിയ വർഷങ്ങളോളം 10-30 വർഷത്തോളം ആ രീതിയിലുള്ള ഒരു പരിചയം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് പറയട്ടെ, ഇതേപോലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില സംഗതികൾ ഓർമ്മ വരും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചില പോയിൻറ്റ്സ് മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ വിശദമായ ഒരു
അവതരണത്തിനാണ് ഞാൻ തയ്യാറെടുത്തത്. പക്ഷേ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അതിന് അവസരം ഉണ്ടാവും. എന്തായാലും ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ചുരുക്കി പറയാം. നമുക്ക് വാദ്യകലാ ചരിത്രം എന്ന് പറയുമ്പോൾ സാധാരണഗതി ചരിത്രം എഴുതണമെങ്കിൽ അതിന് ചില ഉപാദാനങ്ങൾ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആർക്കിയോളജിക്കൽ നോളജാണ് പ്രധാനമായിട്ട് വേണ്ടത്. ആർക്കിയോളജിക്കൽ നോളജ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ, പുരാവസ്തു തെളിവുകൾ ഉണ്ടാവണം. നമുക്ക് നിർഭാഗ്യവശാൽ വാദ്യങ്ങളെക്കുറിച്ചൊക്കെ ആകുമ്പോൾ അത്രയധികം തെളിവുകൾ പ്രാചീന കാലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. കല്ലുകൊണ്ടും മറ്റൊക്കെയുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് ലഭ്യമാവുക. അതൊക്കെ വാദ്യം എന്ന പരിധിയിൽ പെടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിന്ന് തീരുമാനം പറയാനും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാചീന കാലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഊഹങ്ങൾ മാത്രമേ സാധ്യമാവുള്ളൂ. ഊഹങ്ങൾക്ക് ചരിത്രരചനയിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഈ നമ്മൾ പലപ്പോഴും കലാപ്രവർത്തകർ, കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർ പലപ്പോഴും ഈ ചരിത്രം പറയുമ്പോഴേക്കും ഐതിഹ്യങ്ങളെ ആയിരിക്കും ആശ്രയിക്കുക. തീർച്ചയായിട്ടും ഐതിഹ്യങ്ങളൊരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് ചരിത്രം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ നമുക്ക് പരിമിതി ഉണ്ടോ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഐതിഹ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചരിത്രം രചിക്കാൻ പറ്റില്ല. ഐതിഹ്യത്തിൽ ചരിത്രത്തിൻ്റെ അംശം ഉണ്ടാവാം. ആ ചരിത്രത്തിൻ്റെ അംശം കണ്ടെത്തുക എന്നൊരു മാർഗ്ഗം മാത്രമേ സാധ്യമാവുള്ളൂ എന്നൊരു ഒരു മുൻകരുതൽ ഇതേപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആവശ്യമാണ്. പഞ്ചവാദ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ശ്രീപരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുന്നത് ചരിത്രമല്ല, പകരം അത് ഇതിനെക്കുറിച്ചുള്ളൊരു വിശ്വാസമാണ്. പലപ്പോഴും ഞാൻ ഇത് എടുത്തു പറയാൻ കാര്യം വെച്ചാൽ കലാമണ്ഡലത്തിൽ നിന്നുള്ള തന്നെയുള്ള പല ഗവേഷണ പ്രബന്ധങ്ങളും മറ്റുമൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴും പരിശോധകനായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഐതിഹ്യങ്ങളെ ആശ്രയിക്കുക എന്ന് പറയുന്നൊരു രീതി അതിൽ കാണുന്നതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. തീർച്ചയായിട്ടും വിശ്വാസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കത് ആ വിശ്വാസം കൊണ്ടു നടക്കാം. അത് ആ വിശുദ്ധിയോടെ അല്ലെങ്കിൽ ആ ഒരു ഭക്തിയോടെ നമുക്ക് കലയെ സമീപിക്കാം. പക്ഷേ ചരിത്ര രചനയോ അല്ലെങ്കിൽ അക്കാദമികമായൊരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഴുത്തോ ഒക്കെ കുറേ കൂടി വസ്തുനിഷ്ഠമായ കാര്യങ്ങളിൽ വേണം ഊന്നാൻ എന്നുള്ള ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കാതെ വയ്യ. മറ്റൊന്ന് ആർക്കൈവൽ നോളജാണ്, ആർക്കൈവൽ എവിഡൻസാണ്. ആർക്കൈവൽ എന്ന് പറഞ്ഞാൽ പുരാരേഖകളാണ്. പഴയകാലത്തെ ശാസനങ്ങൾ പോലെയൊക്കെയുള്ള ആ രേഖകളിൽ എത്രത്തോളം പരാമർശങ്ങൾ പല കലകളെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏത് വിഷയമായാലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ എത്രത്തോളം ഉണ്ട്, അവയുടെ വിശ്വാസ്യത, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ ചരിത്രരചനയ്ക്ക് ഉള്ള ഒരു മറ്റൊരു ഉപാദാനം അതാണ്. മൂന്നാമത്തത് മാത്രമാണ് ലിറ്റററി എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് അക്കാലത്തുണ്ടായിട്ടുള്ള സാഹിത്യ കൃതികളിൽ കാണുന്ന പരാമർശങ്ങൾ. അപ്പം നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ വാദ്യകലാ ചരിത്രമാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴേക്കും ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ വലിയൊരു അഭാവം നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രാചീന കാലഘട്ടത്തിൽ കാണാൻ പറ്റും. കാരണം ആർക്കിയോളജിക്കൽ നോളജോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസോ ആർക്കൈവൽ എവിഡൻസോ നമുക്ക് തൽക്കാലം ഇക്കാര്യത്തിൽ അധികം പറയാനായിട്ടില്ല. നമുക്ക് ഉള്ളത് ലിറ്റററി ടെക്സ്റ്റുകളാണ്, അതായത് സാഹിത്യകൃതികളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഉപാദാനം എന്ന് പറയുന്നത്. ഞാനിത് പ്രധാനമായിട്ട് ഈ ഇതിലെ മുതിർന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയമായതുകൊണ്ട് ഈ മുതിർന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണിത് സംസാരിക്കുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ പ്രയോഗം അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ ചരിത്രം ആണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കഴിയുന്നത്ര ലളിതമായി അത് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. നമുക്ക് ഉണ്ടാവേണ്ട ചില പ്രാഥമികമായ ധാരണകളെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൂടി സൂചിപ്പിക്കാം. അത് ഞാൻ കൂടിയാട്ടത്തിൻ്റെ സെമിനാറിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം അറിയുക എന്ന് വെച്ചാൽ ഈ പ്രാചീന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു BC 2-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള സാഹിത്യ കൃതികളാണ് നമുക്ക് ഇക്കാര്യത്തിൽ ആദ്യം ആശ്രയിക്കാൻ പറ്റുക. അക്കാലഘട്ടത്തിലെ കൃതികളെ സംഘം കൃതികൾ എന്നാണ് പറയുക. സംഘകാലഘട്ടം എന്നാണ് ആ കാലത്തെക്കുറിച്ച് പറയുക. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആ സംഘകാലഘട്ടത്തിൽ ധാരാളം സാഹിത്യ കൃതികൾ ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് 8 തുകൈ 10 പാട്ട് 18 കീഴ്ക്കണക്ക് എന്ന് പറയുന്ന തരത്തിൽ 36ഓളം കൃതികൾ, കൂടാതെ തൊൽക്കാപ്യം പോലെയൊക്കെയുള്ള വേറെയും കൃതികൾ, ഇത്രയേറെ കൃതികൾ BC 2-ാം നൂറ്റാണ്ട് മുതൽ പുതുവർഷം 3-4 നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ആ ദക്ഷിണേന്ത്യയിൽ നിന്ന് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടുള്ള തൊൽക്കാപ്യത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. എങ്കിലും അങ്ങനെയുള്ള ചില പ്രാഥമിക കാര്യങ്ങൾ പറയാതെ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. തൊൽക്കാപ്യത്തിൻ്റെ ചിറപ്പ് പായിരത്തിൽ, അതായത് അതിൻ്റെ പ്രശസ്തി പദ്യത്തിൽ അത് എഴുതിയിട്ടുള്ള പരമ്പാരനാർ എന്ന് പറയുന്നൊരു കവിയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വടവേങ്കടം തെൻകുമരി ആയിടൈ തമിഴ്ക്കൂറ് നല്ലുലകത്ത് എന്നാണ് പറയുന്നത്. അതായത് വടക്ക് വേങ്കടമല, തെക്ക് കന്യാകുമാരി, ഇതിനിടയ്ക്കുള്ള തമിഴ്ക്കൂറ് നല്ലുലകം എന്ന് പറഞ്ഞാൽ
തമിഴ് സംസാരിക്കുന്ന പ്രദേശം എന്നാണ് ആ വാചകത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. പിന്നാലെ വരുന്ന ചിലപ്പതികാരം എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാകേണ്ട ടെക്സ്റ്റ് ആയിരിക്കാം, അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ആവേണ്ട ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി അതിർത്തി കൃത്യമായിട്ട് പറയുന്നുണ്ട്. വടക്ക് വേങ്കടമല, തെക്ക് കുമരിമുനമ്പ്, കിഴക്കും പടിഞ്ഞാറും പെരുങ്കടൽ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭൂപ്രദേശം ഊഹിക്കാം. ഇന്നത്തെ തമിഴ്നാടും ഇന്നത്തെ കേരളവും പൂർണ്ണമായും ഉള്ളടങ്ങുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ പ്രാചീന തമിഴകം. ഈ ചരിത്രധാരണയുടെ അടിസ്ഥാനത്തിലേ ഈ വിഷയം സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. കാരണം വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ പൊതുവേ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ആ ഒരവസ്ഥയാണ് നമുക്ക് ഈ സംഘം കൃതികളിൽ നിന്ന് ലഭ്യമാകുക. അതിൽ തീർച്ചയായും കേരളവുമുണ്ട്. പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു തമിഴ് കൃതിയിൽ ഒരു റെഫറൻസ് കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന നാടൻ താളങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കുണ്ടനാച്ച് താളം, കുംഭതാളം, കാരികതാളം, ചെമ്പടതാളം, നിങ്ങൾ പറഞ്ഞിട്ട് നിരവധി താളങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ താളങ്ങൾ ഓരോ കലാകാരനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോഴേക്കും പറയും ഞങ്ങളുടെ കലയിലുള്ള സ്പെഷ്യലായിട്ടുള്ള താളമാണെന്ന് പറയും. ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. ഈ താളങ്ങളൊക്കെ താളചമുത്തിരം പോലെയുള്ള പഴയ കൃതികളിലുണ്ട്. താളചമുത്തിരം, മത്തളവിയൽ പോലെയൊക്കെയുള്ള പഴയ കൃതികളിലുണ്ട്. അത് കാണുമ്പോൾ മലയാളിക്കൊരു സങ്കടമാണ്. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. കാരണം വെച്ചാൽ കേരളം എന്താണ്? ഈ പഴയ തമിഴകത്തിൻ്റെ ഭാഗമാണ്. ആ കാലത്തുണ്ടായിരുന്ന വേറൊരു കാര്യം കൂടി പറയാം. ഇതൊക്കെ തമിഴ്നാട്, ഇന്നത്തെ തമിഴ്നാട്ടിൽ നിന്നിൻ്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ നിലനിൽക്കുന്നത് ഇന്നും കേരളത്തിലാണ്. കാരണം കേരളത്തിൽ 1000-ലേറെ കലകൾ, നാടൻ കലകൾ, നമ്മൾ നാടൻ കലകൾ, ഫോക്ക് ആർട്ട് ഫോംസ് എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ള ആർട്ട് ഫോംസ് 1000-ലധികം എണ്ണം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവയിലൊക്കെയുള്ള വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വാദ്യപ്രയോഗങ്ങൾ, വാദ്യങ്ങളുടെ എണ്ണം നമുക്ക് അമ്പരപ്പിക്കുന്നതാണ്. ഞാനിത് അധികം വിശദീകരിച്ച് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സംഘകാലഘട്ടത്തിൽ പ്രധാനമായിട്ട് BC 2-ാം നൂറ്റാണ്ട് മുതൽ പൊതുവർഷം 3-4 നൂറ്റാണ്ട് വരെയുള്ള സംഘകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രാചീന തമിഴക കാലഘട്ടത്തിൽ, അതായത് കേരളവും തമിഴകവും ഒന്നായി, അല്ലെങ്കിൽ ഇന്നത്തെ കേരളവും ഇന്നത്തെ തമിഴ്നാടും ഒന്നായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൃതികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 തൊകൈ, 10 പാട്ട്, 11 കീഴ്ക്കണക്ക് എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടിട്ടുള്ള 36 കൃതികൾ. ആ കൃതികളിൽ പലതരത്തിലുള്ള വാദ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് വാദ്യങ്ങളെക്കുറിച്ച് മാത്രമായിട്ടാണ് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട സംഗതികളായിട്ട് വരുന്ന ഒന്ന് തന്തിവാദ്യങ്ങളാണ്, സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ആണ്. സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. തമിഴിന് നരമ്പ് കരുവികൾ എന്നാണ് പറയുക. ഞരമ്പ് സ്ട്രിങ് എന്നുള്ള അർത്ഥത്തിൽ നരമ്പ് കരുവികൾ അല്ലെങ്കിൽ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. തന്ത്രിവാദ്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ തന്തിവാദ്യങ്ങൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാദ്യമാണ് യാഴ് എന്ന് പറയുന്നത്. ഈ യാഴ് പരിപൂർണമായും നഷ്ടപ്പെട്ടു പോയ ഒരു വാദ്യമാണ്. അതായത് സംഘകാലഘട്ടത്തിന് ശേഷം വളരെ അപൂർവമായിട്ടുള്ള പരാമർശങ്ങളാണ് യാഴിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ യാഴെന്ന് പറയുന്ന സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് ഈ സംഘകാലഘട്ടത്തിൽ അതിപ്രധാനമാണ്. കമ്പരാമായണം വരെയൊക്കെ അതിൻ്റെ റെഫറൻസ് കാണാൻ പറ്റും. കമ്പരാമായണത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു ഒരു 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 റെഫറൻസ് ഉണ്ട് കേട്ടോ. അത് ഒന്ന് കേട്ടിരിക്കേണ്ടതാണ്. നമ്മൾ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ കേട്ടിരിക്കേണ്ട ഒരു വാദ്യമാണ്. നിങ്ങൾ ദയവായിട്ട് സംസാരിക്കരുത്, ഇത് കേട്ടിരിക്കുക. സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിക്കുക. വെച്ചാൽ അത് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അതിനെന്നോട് പിണങ്ങിയാലും വിരോധമില്ല. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അത് അങ്ങനെ ഒരു എന്താ പറയണ്ടത്, നിങ്ങൾ ആ ഒരു ശ്രദ്ധയോടുകൂടി, അതായത് നിങ്ങളെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാലേ, നിങ്ങളോട് ഇക്കാര്യം സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ദിവസങ്ങളോളാണ് ഇതിൽ റെഫർ ചെയ്തിട്ട് വരേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിച്ച് പോകുന്നതായിട്ടായിരിക്കും അത് ഫീൽ ചെയ്യുക. പക്ഷേ അങ്ങനെയരുത്. ഞാനും നിങ്ങളെപ്പോലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം എടുത്താണ് ക്ഷമിക്കുക. അതിൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, യാഴ് എന്ന് പറയുന്ന ഉപകരണം, ഈ ഉപകരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരമ്പ് കരുവിയാണ്. അതായത് സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പിൽക്കാലത്തുണ്ടായ ഏകദേശം പൊതുവർഷം 12-ാം നൂറ്റാണ്ടിലുണ്ടായ കമ്പരാമായണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ വാക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ പറയുകയാണ്. എൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അരോചകമായിട്ട് തോന്നും. തൻ്റെ കവിത വായിച്ചാൽ, നമുക്കറിയാലോ കമ്പരാമായണം കാവ്യമാണ്, ഈ കാവ്യം വായിച്ചാൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അരോചകമായിട്ട് തോന്നും. എങ്ങനെ?
യാഴ് കേട്ടാൽ സന്തോഷിക്കുന്ന അചുണം എന്ന ജീവി, യാഴിൻ്റെ ശബ്ദം കേട്ടാൽ, യാഴിൻ്റെ നാദം കേട്ടാൽ സന്തോഷിക്കുന്ന അചുണം എന്ന ജീവി പറയുടെ നാദം കേട്ടാൽ പെട്ടെന്ന് മരിച്ചു പോകുന്നത് പോലെ എന്നാണ്. അങ്ങനെ ഒരു ജീവിയുണ്ട് സംഘകാല സാഹിത്യത്തിൽ. നറ്റിണയിലും മറ്റുമൊക്കെ പരാമർശമുള്ളൊരു ജീവിയാണ്. സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള യാഴിൻ്റെ നാദം കേട്ടാൽ അതിന് വലിയ സന്തോഷമാണ്. പെർക്കഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ പൊതുപേരാണ് പറ എന്ന് പറയുന്നത്. അതായത് കൊട്ടുവാദ്യങ്ങളുടെ പൊതുവായിട്ടുള്ള പേരാണ് പറ എന്ന് പറയുന്നത്. ഈ പറയുടെ ശബ്ദം ഇതിന് വലിയ പേടിയാണ്. ആ പറയുടെ ശബ്ദം കേട്ടാൽ ഇത് പെട്ടെന്ന് വല്ലാതെ പരിഭ്രമിക്കുകയും തൊട്ടു പിന്നാലെ മരിച്ചു പോവുകയും ചെയ്യുന്നതാണ് സങ്കല്പം. അങ്ങനെ ഒരു ജീവിയെക്കുറിച്ചുള്ളൊരു പരാമർശം. അചുണം എന്നാണ് ആ ജീവിയുടെ പേര്. നറ്റിണ മുതൽ ഈ പറഞ്ഞ കമ്പരാമായണം വരെ നമുക്ക് ഈ ജീവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം മനസ്സിലായല്ലോ. ഇതിനകത്തൊരു വലിയൊരു വൈരുദ്ധ്യം ഉണ്ടാവുന്നുണ്ട്. കാരണം യാഴ് പോലെ ഉള്ള സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാണ്ടായി പോകുന്നു. പകരം പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ പിന്നീട് ഈ കേരളം പോലൊരു പ്രദേശത്തെ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന ശൈലീവൽകൃതമായിട്ടുള്ള വലിയ വലിയ രൂപങ്ങൾ ആർജിച്ച് വളരുന്നതിൻ്റെ കൂടെ ഒരു ചരിത്രമാണ് കേരളത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ കമ്പരാമായണത്തിലെ പരാമർശം ഓർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വൈരുദ്ധ്യം കൂടുതൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ അക്കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട വാദ്യം യാഴാണ്. ആ യാഴ് പലതരത്തിലുള്ള യാഴുകളുണ്ട്. പേരിയാഴ്, ചീരിയാഴ്, മകരയാഴ്, ചകോടയാഴ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള യാഴുകളുണ്ട്. എല്ലാം സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് നരമ്പുക്കരുവികളാണ്, അല്ലെങ്കിൽ ഈ തന്തിവാദ്യങ്ങളാണ്. അതിൽ ഈ പേരിയാഴിന് 21 സ്ട്രിങ്സാണ് ഉള്ളത്. 21 ഞരമ്പുകൾ, 21 തന്ത്രികളാണ് ഉള്ളത്. അതേസമയത്ത് ഈ ചീരിയാഴ് എന്ന് പറയുന്ന യാഴിനാണെങ്കിൽ 17 സ്ട്രിങ്സ് എന്നും പറയും, 19 സ്ട്രിങ്സ് എന്നും പറയും. ഈ രണ്ട് തരത്തിലുള്ള ചീരിയാഴുണ്ട്. കൂടാതെ ഒന്ന് മകരയാഴാണ്. മകരയാഴ് 14 സ്ട്രിങ്സ് ആണുള്ളത്. ചകോടയാഴാണ് ഇതിനകത്ത് ഏറ്റവും ചെറുത്, അതിന് 7 സ്ട്രിങ്സ് ആണ് ഉള്ളത്. ഇങ്ങനെ ഈ നരമ്പ് കരുവികളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള റെഫറൻസ് നമുക്ക് സംഘകാലഘട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ് എന്നർത്ഥം. പിന്നെ പലതരത്തിലുള്ള പറകളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ഒന്ന് പതലൈപ്പറയാണ്, മറ്റൊന്ന് ആകുളിപ്പറ, വേറൊന്ന് കിണപ്പറ, പിന്നൊന്ന് തൊണ്ടകപ്പറ, പിന്നൊന്ന് നെയ്തൽപ്പറ. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പറകളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. അപ്പോൾ അതിൽ ഈ പതലൈപ്പറ ഞാൻ പറയും, ഇത് കുറച്ച് കഷ്ടപ്പെട്ട് അന്വേഷിക്കേണ്ടി വരുമ്പോൾ ഈ പേരുകൾ മാത്രമാണ് നമുക്ക് പലപ്പോഴും ലഭ്യമാകുക. മറ്റ് നിരവധി റെഫറൻസുകൾ നോക്കിയിട്ടാണ് ഈ പറയുടെ സ്വരൂപം എന്താണെന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയെടുത്തത്. ഞാനതാ പറഞ്ഞത്, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമയം കൂടുതൽ നമുക്ക് ചിലവഴിക്കേണ്ടി വരിക. നമുക്ക് ഈ പറകളുടെ പേര് മാത്രം റെഫറൻസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതെങ്ങനെയാണ് അതിൻ്റെ രൂപമെന്നോ അതിൻ്റെ പ്രയോഗമെന്നോ അതിൽ കിട്ടാവുന്നത് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, അത് പറയുകയാണ്. അപ്പോൾ ഈ പതലൈപ്പറ എന്ന് വെച്ചാൽ ഒരുമുഖപ്പറകളിലൊന്നെന്നാണ് പറയുക. അതായത് ഒരു വശത്ത് മാത്രം കൊട്ടുന്ന പറയാണ് ഈ പതലൈപ്പറ. അത് ഈ പിൽക്കാലത്ത് പടവം അല്ലെങ്കിൽ പടഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആ വാദ്യമാണ്. വലിയ ശബ്ദം കേൾക്കുന്ന ആ വാദ്യമാണ് പതലൈപ്പറ എന്ന് പറയുന്നത്. മറ്റൊന്ന് ആകുളിപ്പറയാണ്. ആകുളിപ്പറയുടെ ശബ്ദം മൃദുവായ ശബ്ദം കേൾപ്പിക്കുന്ന ഒരുതരം ചെറുപറയാണ് ഈ ആകുളിപ്പറ. വേറൊരു ചെറുപറയാണ് തൊണ്ടകപ്പറ. അതും അതിന് വേറൊരു പേര് കുറിഞ്ചി പറ എന്നാണ്. കുറിഞ്ചി എന്നിവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, സംഘകാലഘട്ടത്തിലെ ജീവിതം അതും തീർച്ചയായിട്ടും നമ്മളുടെ പരിഗണനയ്ക്ക് വരേണ്ടതാണ്. 5 തിണകളിലായിട്ടാണ് എന്ന് പറയും ആൾക്കാർ ജീവിക്കുക. അതായത് പർവ്വത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, പർവ്വതവും കാടും ഒക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെയാണെന്ന് പറയുക കുറിഞ്ചി തിണ എന്ന് പറയുക. കുറിഞ്ചി പ്രദേശം എന്നാണ് പറയുക ഈ പർവ്വത പ്രദേശത്തെ, കാടുകൾ നിറഞ്ഞ പർവ്വത പ്രദേശത്തെ. അതിൻ്റെ തൊട്ട് താഴ്വാര പ്രദേശമാണ് മുല്ലൈ എന്ന് പറയുന്നത്. അതായത് താഴ്വാരങ്ങളാണ്, പുൽമേടുകളാണ് അവിടെയുള്ളത്. അവിടെ ജീവിക്കുന്ന ആൾക്കാർ കാലികളെ മേച്ചുമൊക്കെ ജീവിക്കുന്ന കോവലർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. മൂന്നാമത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളടങ്ങുന്ന മരുതം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ ഏകദേശം നദികളും അതേപോലെ തന്നെ അത്തരത്തിലൊക്കെയുള്ള പ്രദേശമാണ്. നദികളുണ്ടാവും, പിന്നെ ഈ പാടശേഖരങ്ങളൊക്കെയുള്ള ആ ഒരു പ്രദേശമാണ് മരുതം എന്ന് പറയുക. നെയ്തൽ എന്ന് വെച്ചാൽ കടൽ തീരമാണ്. അവിടെ മീൻ പിടിക്കുന്നവരും ഉപ്പുണ്ടാക്കുന്നവരുമാണ് കടൽ തീരത്ത് ഉള്ളത്. പിന്നെ ഇടയ്ക്ക് താൽക്കാലികമായിട്ട് ചില വരൾച്ചയും മറ്റും ഉണ്ടാകുമ്പോഴേക്കും ഈ പാലൈ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രദേശമായിട്ട് മാറും. അതായത് വരൾച്ച വരുമ്പോഴേക്കും അവിടെ ഉണങ്ങിയിട്ട് ആ ഒരു വരൾച്ച ആ പ്രദേശത്ത് ബാധിക്കുമ്പോൾ മറ്റൊന്നും ലഭ്യമല്ലാത്ത ആ ഒരവസ്ഥയിൽ കൊള്ളയടിച്ചും മറ്റുമൊക്കെയാണ്, അതിലെ പോകുന്ന യാത്രക്കാരെ കൊള്ളയടിച്ചും മറ്റുമൊക്കെയാണ് പല ആളുകളും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആൾ മറവർ എന്നാണ് അവരെക്കുറിച്ച് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളാണുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിത രീതിയുമായിട്ടും കൂടി ബന്ധപ്പെട്ട തലത്തിലാണ് ഈ വാദ്യങ്ങളുടെയും പ്രയോഗം. ഓരോ തിണയ്ക്കും സവിശേഷമായിട്ടുള്ള വാദ്യങ്ങളുണ്ടെന്ന് അർത്ഥം. അതാണ് ഇവിടെ നമ്മൾ
കുറിഞ്ചി പറയാണ് ഇത് എന്ന് പറയാൻ കാര്യം. തൊണ്ടകപ്പറ എന്ന് പറയുന്നത് മാത്രമല്ല, വെറിയാട്ടുപറ എന്ന് പറയും. വേറൊന്ന് വെച്ചാൽ വെറിയാട്ടെന്ന് പറയുന്ന പഴയ ഒരു അനുഷ്ഠാനമുണ്ട്. വേല സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ വെറിയാട്ട് ചെയ്തിരുന്നത്. അതായത് ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ക്രിയയാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു റെഫറൻസാണ്. ബാധ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം കളം വരയ്ക്കുന്നു. ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഒരു കളം വരയ്ക്കുന്നു. ആ കളത്തിനടുത്തിരുന്നിട്ട് സ്ത്രീകൾ പാട്ട് പാടുന്നു. അതിനനുസരിച്ചിട്ട് പറയിൽ കൊട്ടുന്നു. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, കളമെഴുത്ത് വന്നു, പാട്ട് വന്നു, കൊട്ടു വന്നു. അതോടൊപ്പം തന്നെ ഈ വേലൻ വന്നിട്ട് വെറിയാടുകയാണ്, അതായത് ഉറഞ്ഞു തുള്ളുകയാണ്. ഈ ഉറഞ്ഞു തുള്ളൽ എന്ന് പറയുന്ന ഒരു സംഗതി, ഈ ഒരു രൂപം എത്രയെത്ര കലകളിലാണ് പിൽക്കാലത്ത് കേരളത്തിൽ ആവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു സവിശേഷമായ രൂപമാണ്. അതായത് നൃത്തവും ആട്ടവും പാട്ടും കൊട്ടും ഇണങ്ങിച്ചേരുന്ന ഒരവസ്ഥ. അത് പിൽക്കാലത്ത് നിരവധി കലകളിൽ ആവർത്തിക്കുന്ന ഒരു ഘടനയാണ് നൃത്തം. അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ഈ വെറിയാട്ടുപറ എന്ന് പറയുന്നത്. അതുപോലെ ആഗോട്ട്പറ എന്ന് വേറൊരു പേരുമുണ്ട്. വേറൊന്ന് കിണപ്പറ എന്ന് പറയും. കിണൈപ്പറ എന്നാണ് തമിഴിൽ പറയുക. അതും ഒരു ഗൺപറകളിലൊന്ന്. ഒരു ഗൺപറ എന്ന് വെച്ചാൽ ഒരു വശത്ത് മാത്രം കൊട്ടുന്ന പറയാണ്, വൺ സൈഡ് ഡ്രമ്മാണ്. അത് ചെറിയ കോലുകൊണ്ടാണ് കൊട്ടുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. തടാരി, തുടി, മരുതപ്പറൈ, കൂത്തർപ്പറൈ, പുട്പറൈ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. കൂത്തർപ്പറൈ, കൂത്തര്, അതായത് ഡാൻസേഴ്സ് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പറയാണ്, ഡ്രമ്മാണ് ഈ പറഞ്ഞ കിണപ്പറ. മറ്റൊന്ന് നെയ്തൽപ്പറയാണ്. അത് പഴയ കാലത്ത് അതിന് വേറൊരു പേര് ചാപ്പറയുന്നതാണ്, അല്ലെങ്കിൽ പിണപ്പറയുന്നതാണ്. വേറൊരു പേര് ചാക്കാട്ടുപ്പറൈ. അതായത് ഈ മരണാനന്തര ചടങ്ങുകൾക്കാണ് ഈ പറഞ്ഞ നെയ്തൽ പറൈ ഉപയോഗിച്ചിരുന്നത്. ഫ്യൂണറൽ ഡ്രമ്മാണ്. അതുപോലെ കണപ്പറ, അത് വളരെ പെട്ടെന്ന് ഉള്ള കാലയളവ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൊട്ടുന്ന ഒരുതരം പറ എന്നാണ് അതിൻ്റെ സൂചന. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച ഇത്തരത്തിലുള്ള നിരവധി പറകളെക്കുറിച്ചുള്ള സൂചന ഈ പറഞ്ഞ സംഘകാല കൃതികളിലുണ്ട്. കൂടാതെ കാണുന്ന മറ്റു ചില തന്തിവാദ്യങ്ങൾ, യാഴ് കൂടാതെ വീണയെക്കുറിച്ച് പരാമർശമുണ്ട്. സുഷിരവാദ്യങ്ങളായിട്ട് കുഴൽ, പിന്നെ വങ്കിയം, ഈ രണ്ട് വാദ്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് ഈ പ്രാചീന കൃതികൾ തന്നെ ലഭ്യമാണ്. കുഴൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും പരിചിതമായ കുഴൽ അല്ലേ, വിൻഡ് ഇൻസ്ട്രുമെൻ്റാണ്. അതിന് തുളൈക്കരുവി എന്നാണ് തമിഴിൽ പറയുക. തുളൈക്കരുവിയാണ്, അതായത് സുഷിരവാദ്യം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അല്ലേ. വിൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. ഊതുക്കരുവി എന്നും പറയും തമിഴിൽ, ഊതുന്ന കരുവി. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കുഴലും വങ്കിയവും. വങ്കിയം പുല്ലാങ്കുഴലാണെന്നാണ് പറയപ്പെടുന്നത്. പെരുവങ്കിയം എന്ന് പറയുന്ന നാദസ്വരത്തിന് പറയുന്ന പേരാണ്, നാഗസ്വരത്തിന് പറയുന്ന പേരാണെന്നും ഒരു വാദമുണ്ട്. വങ്കിയം പുല്ലാങ്കുഴലിൻ്റെ ഒരു പൊതുപ്പേരായിട്ടും കൂടി പറയും. തുളൈക്കരുവികളുടെ, പ്രത്യേകിച്ച് സുഷിരവാദ്യങ്ങളുടെ ഒരു പൊതുപ്പേരായിട്ട്, അതായത് എല്ലാ സുഷിരവാദ്യങ്ങളും ഉൾപ്പെടെ പറയുന്നൊരു പേരായിട്ട് നമുക്ക് പഞ്ചമരപ്പ് എന്ന് പറയുന്ന കൃതിയിൽ, പിൽക്കാല കൃതിയാണ്, അതിൽ നമുക്ക്, അല്ലെങ്കിൽ ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായ കൃതിയാണ്. ആ കാലഘട്ടത്തിലുള്ള മറ്റ് വാദ്യങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്നൊരു പേരാണ് വങ്കിയം എന്ന് പറയുന്നത്. വങ്കിയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ കുഴൽ, വങ്കിയം എന്ന് പറയുന്ന ഈ സംഗതികൾ നമുക്ക് പഞ്ചവാദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സുഷിരവാദ്യങ്ങളുടെ ഒരു ചരിത്രം അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. തന്തിവാദ്യങ്ങൾ ഇതിനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അതത്ര പ്രധാനമല്ലെങ്കിലും, യാഴ് പോലെയുള്ള വാദ്യം അത്ര പ്രധാനമല്ലെങ്കിലും തീർച്ചയായിട്ടും വങ്കിയം പോലെയൊക്കെയുള്ള വാദ്യങ്ങൾ, അതുപോലെ തന്നെ ഈ കുഴൽ, വങ്കിയം, ഈ രണ്ട് വാദ്യങ്ങൾ ആ രീതിയിൽ പ്രധാനമാണെന്ന് തോന്നുന്നു. പഞ്ചമരപ്പ് എന്ന് പറയുന്ന കൃതിയിലെ വങ്കീയ മരപ്പ് സൂചിപ്പിക്കുന്നത് ഇത് സുഷിരവാദ്യങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള പേരാണെന്നാണ്. പിന്നെ കൊട്ടുവാദ്യങ്ങളായിട്ട് തത്തരി, മകുളി, തണ്ണുമൈ, തുടി, കിണൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറ കൂടാതെയുള്ള മറ്റു ചില വാദ്യങ്ങളെക്കുറിച്ചും സൂചനയുണ്ട്. മകുടിയെക്കുറിച്ച് സൂചനയുണ്ട്. കാരണം വെച്ചാൽ ഈ മകുളി എന്ന് പറയുന്ന മകുടിയാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാദ്യമാണ് തണ്ണുമൈ. അത് ഇരുമുഖപ്പറയാണ്, രണ്ട് വശത്തും കൊട്ടുന്ന പറയാണ്. അത് പിൽക്കാലത്ത് മത്തളം, മൃദംഗം ഒക്കെ ഇതിൽ നിന്ന് രൂപപ്പെട്ട് വന്നതായിട്ടാണ് പറയുക. ഈ തണ്ണുമൈ എന്ന് പറയുന്ന ഉപകരണത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നതായിട്ടാണ് പല പണ്ഡിതന്മാരും പറയുക. കാരണം അത് ഇരുമുഖപ്പറയാണ്, രണ്ട് വശത്തും കൊട്ടുന്ന വാദ്യമാണ്. മറ്റൊന്ന് സംഘകാല കൃതികളിൽ, ആദ്യകാലത്തെ കൃതികളിൽ ഈ മുഴവ് എന്ന് പറയുന്നൊരു വാദ്യമുണ്ട്. മുഴവ് എന്നുള്ളതും ഒരു പൊതുപ്പേരായിട്ട് പറയുന്നതാണ്. മുഴവ് വകൈ എന്ന് പറഞ്ഞാൽ കൊട്ടുവാദ്യങ്ങൾ. നമ്മൾ പിൽക്കാലത്ത് സംസ്കൃതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, തതം, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്, ഞാൻ അതുകൊണ്ടാണ് അത് വിട്ടത് അല്ലേ. എന്തൊക്കെയാ പറയൂ? തതം, അവനഥം, അല്ലെങ്കിൽ തതം, വിതതം തന്നെയാണ് അവനഥം അല്ലേ. തതം, വിതതം, ഘനം, സുഷിരം അല്ലേ, 4 തരത്തിൽ പറയാറുണ്ട്. ഇത് തന്നെയാണ് തമിഴിലെ ഡിവിഷൻ്റെ അടിസ്ഥാനം. അതിൽ ഘനവാദ്യങ്ങൾക്ക് ഉലോകക്കരുവി എന്നാണ്, അല്ലെങ്കിൽ കഞ്ചക്കരുവി എന്ന് പറയും. അങ്ങനെയാണ് ലോഹ കരുവികൾക്ക് പറയുന്ന പേര്. ഞാൻ ഇത് ഇങ്ങനെയൊക്കെ വിശദീകരിക്കാൻ കഴിച്ചാൽ നിങ്ങൾ ഈ കൃതികൾ ഏതെങ്കിലും എടുത്തു നോക്കിയാൽ സംശയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സൂചിപ്പിച്ചതാണ്. മറ്റൊന്ന് ഈ മത്തളം, മതംഗം, മൃദംഗത്തിന് ഉള്ള പഴയ പേര് മതംഗം എന്നാണ്.
പിന്നെ ഈ മുഴവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊട്ടുവാദ്യങ്ങളുടെ പൊതുപ്പേരാണ്. ചിലപ്പതികാരം വരുമ്പോഴേക്കും വേറൊരു വ്യത്യാസം ശ്രദ്ധിക്കണം. ചിലപ്പതികാരം ഉണ്ടാകുന്നത് പിൽക്കാലത്താണ്. ഞാൻ ആദ്യം പറഞ്ഞ BC 2-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് ആദ്യകാല സംഘംകൃതികളുടെ പീരീഡെങ്കിൽ ലേറ്റർ പീരീഡിലുണ്ടായ കൃതിയാണ് ചിലപ്പതികാരം. അതായത് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട്. MGS നാരായണനൊക്കെ അത് 9-ാം നൂറ്റാണ്ട് വരെ എത്തിക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിലുണ്ടായുള്ള കൃതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല എങ്കിലും ഒരു 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് കാലത്തെ ഒരു ജീവിതമാണ് നമുക്കതിൽ പലപ്പോഴും കാണാൻ പറ്റുക. എന്നുവെച്ചാൽ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്നും യാതൊരു റെഫറൻസും അതിലില്ല. MGS പറയുന്ന തെളിവുകൾ ആകപ്പാടെ 1-2 എന്നുവെച്ചാൽ പോട്ടെ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തെങ്കിലും സൂചന എന്ന് വെച്ചാൽ പറയൂർ കൂത്തച്ചാക്കയ്യരെ കുറിച്ചുള്ള സൂചന അതിലുണ്ട്. പറയൂർ ചാക്യാർക്ക് അടിയന്തരം ലഭ്യമാകുന്നത് 9-ാം നൂറ്റാണ്ടോട് കൂടിയാണ് എന്നാണ് അദ്ദേഹം അതിൽ ഒരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ അടിയന്തരം ലഭ്യമായതിനെക്കുറിച്ചല്ല ചിലപ്പതികാരത്തിലെ പരാമർശം. അങ്ങനെ ഒരു ചില എതിർവാദങ്ങൾ നമുക്ക് പറയാൻ തോന്നും. ഏതായാലും ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം വെച്ചാൽ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് ലേറ്റർ സംഘം പീരീഡിലുണ്ടായിട്ടുള്ള ഒരു കൃതിയാണ് എന്തായാലും ചിലപ്പതികാരം. അപ്പം അതിൽ ഈ അരങ്കേറ്റ് കാതൈ, കടലാട് കാതൈ, വേട്ടുവരി, ആഴ്ചിയർ കുരവേ, കുൻട്രക്കുരവേ ഇങ്ങനെയൊക്കെയുള്ള ആ ഭാഗങ്ങളിൽ ധാരാളം റെഫറൻസുകൾ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള വാദ്യങ്ങളെക്കുറിച്ച്, പലതരത്തിലുള്ള മറ്റേ ഗാന രീതികളെക്കുറിച്ച്, നാട്യാചാര്യൻ്റെ യോഗ്യതയെക്കുറിച്ച്, വീണാചാര്യൻ്റെ യോഗ്യതയെക്കുറിച്ച്, വാദ്യാചാര്യൻ്റെ യോഗ്യതയെക്കുറിച്ച്, അന്നത്തെ പലതരത്തിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ചും മറ്റൊക്കെയുള്ള നിരവധി റെഫറൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു കാവ്യമാണ് ഈ ചിലപ്പതികാരം. അതിനെ പലപ്പോഴും പറയാറുള്ള മുത്തമിഴ് കാവ്യം എന്നാണ്. മുത്തമിഴ് കാവ്യം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇയറ്റമിഴ്, ഇശൈത്തമിഴ്, നാടകത്തമിഴ് ഇങ്ങനെ 3 തരത്തിലുള്ള തമിഴുകൾ ചേരുന്നതിനെയാണ് മുത്തമിഴ് എന്ന് പറയുക. ഇയറ്റമിഴ് എന്ന് പറഞ്ഞാൽ സാഹിത്യമാണ്, പ്രധാനമായിട്ട് സംസാര ഭാഷയും സാഹിത്യവും, അങ്ങനെ ഭാഷാപരമായിട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് പറയുക ഇയറ്റമിഴ് എന്ന് പറയുക. രണ്ടാമത്തെ വിഭാഗം ഇശൈത്തമിഴാണ്, അതായത് മ്യൂസിക്കാണ്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. മൂന്നാമത്തത് നാടകത്തമിഴാണ്, പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള കൂത്തുകൾ പോലുള്ള സംഗതികൾ. ഇത് 3 അറിയാമല്ലോ, പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ചരിത്രം മാത്രമായിട്ട് പറയുക എന്ന് വെച്ചാൽ പലപ്പോഴും അസാധ്യമാണ്. എങ്കിലും ഈ പറഞ്ഞ തരത്തിലുള്ള നിരവധി റെഫറൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു കാവ്യമാണ് ചിലപ്പതികാരം എന്നുള്ള ഓർത്തിരിക്കുക. ഇതിലാണ് ഈ നേരത്തെ പറഞ്ഞ ഈ പറയൂർ കൂത്തച്ചാക്കയ്യരുടെ ഒരു നൃത്തം അവതരിപ്പിക്കുന്ന റെഫറൻസ് ഉള്ളത്. അതായത് ശരീരത്തെ 2ആയിട്ട് വിഭജിച്ച് ഒരു ഭാഗത്തെ ഉമ പാർവതിയായിട്ട് നിലനിർത്തിക്കൊണ്ട് മറുഭാഗം കൊണ്ട് താണ്ഡവ രീതിയിൽ ശിവ നടനം ആടുകയാണ് ഈ പറയൂർ കൂത്തച്ചാക്കയ്യൻ. അത് കണ്ട് ആനന്ദിക്കുകയാണ് അതിലെ രാജാവായിട്ടുള്ള. പ്രത്യേകിച്ച് കണ്ണകി പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ കണ്ണകി പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയിട്ട് ശില അന്വേഷിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ചെങ്കുട്ടുവൻ എന്ന് പറയുന്ന ചേര രാജാവ് തിരിച്ച് വഞ്ചി നഗരത്തിലെത്തിയിട്ട് കാണുന്ന കൂത്ത് ഇതാണ്. അങ്ങനെയാണ് ചിലപ്പതികാരത്തിലേക്ക് റെഫറൻസ് വരുന്നത്. ഇത് അറിയാലോ, ഇതാണ് നമ്മൾ ഈ കൂടിയാട്ടത്തിന് യുനെസ്കോ അംഗീകാരം കിട്ടാനും വേണ്ടിയിട്ട് അതിൻ്റെ പഴക്കം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു രേഖ ഞാനിപ്പോഴീ പറഞ്ഞ തൊൽക്കാപ്പിയാണ്, ചിലപ്പതികാരത്തിലെ പരാമർശമാണ്. പക്ഷേ വേറെയും പരാമർശങ്ങളുണ്ട്, തീർച്ചയായിട്ടും അത് പിന്നീട് പറയാം. വേറെ കുറച്ചുകൂടി ആധികാരികമായ പരാമർശങ്ങൾ 10-ാം നൂറ്റാണ്ട് മുതൽ കൂടിയാട്ടം അവതരിപ്പിച്ചതിനെ പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട്. നമ്മുടെ ഒരു പൊതുധാരണകൾ എല്ലാം ഞാനിത് ആവർത്തിച്ച് പറയാൻ കാര്യം, പൊതുധാരണകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ പഴന്തമിഴ് കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ട് കാലത്ത് കൂടിയാട്ടം തമിഴ്നാട്ടിൽ പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട്, ചോളനാട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചാക്കൈക്കൂത്തെന്നാണ് അതിന് പറയുക. ചാക്യാർമാർ തന്നെയാണ് അത് അവതരിപ്പിച്ചിരുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഈ തമിഴ് കൽവെട്ടുകളിൽ നിന്ന്, അതായത് ശിലാലിഖിതങ്ങളുണ്ട് തമിഴിലെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവർ അതെന്താണ് നിരവധി വോളിയങ്ങളായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമിഴ് വായിക്കാൻ അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വോളിയങ്ങൾ പരിശോധിച്ചാൽ 10, 25, 30 വോളിയങ്ങളായിട്ട് ഈ പറഞ്ഞ തമിഴ് കൽവെട്ടുകൾ ശിലാലിഖിതങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള നിരവധി സൂചനകൾ നമുക്ക് ലഭ്യമാണ്. അതായത് നമ്മളത് അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കലാമണ്ഡലം പോലെയുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിൽ, ഇന്നിപ്പോൾ ഒരു സർവകലാശാലയാണ്, ഒരു ഗവേഷണ സ്ഥാപനമാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. പ്രയോഗത്തെക്കുറിച്ച് മാത്രമല്ല ആലോചിക്കാനുള്ളത്, ഇതേപോലുള്ള ചരിത്രത്തെക്കുറിച്ചും കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഞാൻ കൂത്തുകളെക്കുറിച്ചുള്ള അതിലെ റെഫറൻസുകളൊന്നും പറയുന്നില്ല. പാട്ടും കൊട്ടും എന്ന് പറയുന്ന ഭാഗത്ത് കൊട്ടിനെ പാടലിനുള്ളവാന്നും ആടലിനുള്ളവാന്നും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതേപോലെ അക്കാലത്തുണ്ടായിട്ടുള്ള 7 തരം തോൽ കരുവികൾ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അക്കാലത്തെ ഇശൈക്കരുവികളെ, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ, സംഗീതോപകരണങ്ങളെ പലതായിട്ട് തിരിക്കുന്നുണ്ട്, പലതായിട്ട് വർഗീകരിക്കുന്നുണ്ട്. അകമുഴവ്, അകപ്പുറമുഴവ്, പുറമുഴവ്, പുറപ്പുറമുഴവ്, പണ്ണുമൈമുഴവ്, നാൾമുഴവ്, കാലൈമുഴവ് എന്നിങ്ങനെ വർഗീകരിക്കുന്നുണ്ട്. അതായത് ഇവയുടെ പദവി നിശ്ചയിക്കുകയാണ്.
ഇവയുടെ പദവി നിശ്ചയിക്കുകയാണ്. ഒരു ശ്രേണീകരണം നമുക്കറിയാലോ. സംഘകാല സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ അത്തരത്തിലുള്ളൊരു ശ്രേണീകരണം ഇല്ല. ഇന്ന ജാതികൾ ഉയർന്നത്, ഇന്ന ജാതികൾ താഴ്ന്നതെന്ന് പറഞ്ഞ തരത്തിലുള്ളൊരു വിഭജനം ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ജാതി സമുദായ സൂചനകൾ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് ലഭ്യമാകുള്ളൂ. അത്യാവശ്യം ചില പവർ പൊളിറ്റിക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് അത്തരത്തിലുള്ളൊരു സമൂഹമായിരുന്നു അത്. പിൽക്കാലത്ത് ഇതിൻ്റെ ഒരു ശ്രേണീകരണം, വാദ്യങ്ങളിൽ ശ്രേണീകരണം വരുന്നു, നർത്തകികളുടെ ശ്രേണീകരണം വരുന്നു, അകം പുറം എന്നുള്ള ഡിവിഷൻ വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ. അത് അകക്കൂത്ത് പുറക്കൂത്ത്. ഇപ്പം ഈ പറഞ്ഞ സംഗതികളും അകമുഴവ് എന്ന് പറഞ്ഞാൽ അകക്കൂത്തിന് അകത്ത് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്. അതുപോലെ അകപ്പുറമുഴവ് എന്ന് വെച്ചാൽ അകത്തും പുറത്തും ഉപയോഗിക്കുന്നത്. പുറമുഴവുണ്ട്, അതുപോലെ പുറപ്പുറമുഴവുണ്ട്. പുറത്ത് പോലും അല്ല, പിന്നെ എന്താണ് അതിനും പുറത്തായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. പണ്ണുമേ മുഴവ്, നാൾ മുഴവ്, കാലേ മുഴവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 പ്രത്യേക വിഭാഗങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ ഈ അകമുഴവിൽ ഉൾപ്പെടുന്നതാണ്, അതായത് ഉള്ളിൽ അവതരിപ്പിക്കുന്ന, അതായത് രാജകൊട്ടാരങ്ങളുടെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശുദ്ധമായ വെച്ചാൽ അംഗീകൃതമായ ഒരു വരേണ്യ വർഗത്തിൻ്റെ നമുക്ക് ഇക്കാലത്ത് പറയാവുന്ന തരത്തിൽ അങ്ങനെ ഉപയോഗിച്ചിരുന്ന വാദ്യങ്ങളാണ് മത്തളം ഒന്ന്, മറ്റൊന്ന് ചല്ലികൈ, ഇടക്കൈ, കരടികൈ, പേരികൈ, പടകം, കുടമുഴ. മുഴവുകളിലൊന്നാണ് കുടമുഴ. കുടത്തിൻ്റെ ആകൃതിയിലുള്ള കൊട്ടുവാദ്യം ഊഹിക്കാമല്ലോ അത് ഏതാണെന്ന്. കുടമുഴ എന്ന് പറയുന്നത് ഇന്നത്തെ മിഴാവിനാണ്. തമിഴ്നാട്ടിൽ ഇന്നത്തെ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള മിഴാവില്ല. പകരം തമിഴ്നാട്ടിൽ വേറൊരു മിഴാവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് പഞ്ചമുഖവാദ്യം എന്ന് പറയുന്ന പേരിൽ ഒരു അഞ്ച് ഈ കുടത്തിന് മുകളിൽ 5 നമുക്കിവിടെ ഉണ്ട്. അത് അടുത്തിടയ്ക്ക് മറ്റേ നമ്മുടെ ഹരിഹരൻ അത് എന്താണ് പഞ്ചമുഖ മിഴാവ് വായിക്കുന്ന അദ്ദേഹം അടുത്ത കാലത്ത് അതിനെ വീണ്ടും അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ തരത്തിലാണത് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നതെങ്കിൽ കേരളത്തിലത് ഇന്ന് ഈ കുടമുഴ എന്ന് പറയുന്നത് കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഈ മിഴാവ് അത് കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പം അതിൻ്റെയൊക്കെ സൂചനയാണ് ഇതിൽ കാണുന്നത് എന്ന് സൂചിപ്പിച്ചതാണ്. അതായത് ചിലപ്പതികാരത്തിൽ കാണുന്ന അത്തരത്തിലുള്ള സൂചനകളാണെന്ന് പറഞ്ഞാണ്. അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള എക്സൈറ്റ്മെൻറ്റും സംഘർഷങ്ങളും ഒക്കെ വാസ്തവത്തിൽ ചരിത്രം അന്വേഷിക്കുന്നവർക്കേ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഒരു ഐതിഹ്യം കിട്ടിയാൽ മതി. അതാണ് പ്രശ്നം. ഐതിഹ്യം കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചാൽ മതിയല്ലോ. പക്ഷേ ചരിത്രമാണ് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ റെഫറൻസ് കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകും. അത് ശരി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നൊരു വലിയ സന്തോഷമായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞത് അകമുഴവെന്ന് പറഞ്ഞാൽ അത് മത്തളം, ചല്ലികൈ, ഇടക്കൈ, കരടികൈ പോലുള്ള വാദ്യങ്ങളാണ്. അകപ്പുറമുഴവ് എന്ന് പറഞ്ഞാൽ തണ്ണിമൈ, തക്കൈ, തകുണിച്ചം പോലുള്ള വാദ്യങ്ങൾ, പുറമുഴവ്, കണപ്പറൈ പോലുള്ള വാദ്യങ്ങൾ. പിന്നെ ഇങ്ങനെ അതിൻ്റെ വിഭാഗങ്ങളുണ്ട്. ഞാനത് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് തമ്മിൽ പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാതെ. മറ്റ് ഇശയക്കരുവികളുടെ ഒരു വലിയ ലിസ്റ്റ് അടിയാർക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട്. പേരികൈ, പടകം, ഇടക്കൈ, ഉടുക്കൈ, ചീർമികു, മത്തളം, ചല്ലികൈ, കരടികൈ, തിമിലൈ, കുടമുഴ, തക്കൈ, കണപ്പറൈ, തമരുകം, തണ്ണുമൈ, താവിൽ തടാരി, അന്തരി മുഴവൊടു ചന്ദിരവളയ്യം, മൊന്തൈ മുരചേ, കൺവിടു തൂമ്പ്, നിചാളം, തുടുമൈ, ചിറുപറൈ അടക്കം, മാജിൽ, തകുണിച്ചം, വിരലേറുപാകം, താക്ക, ഉപർവകം, തുടി പെരുമ്പറയ്യന, മിക്ക നൂലോർ, വിരിത്തുരേനരത്തെ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറേയേറെ ഉപകരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഊഹിക്കുന്നുണ്ടാവില്ല. കേട്ട് പരിചയമുള്ള ധാരാളം വാദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇടക്കൈ, ഉടുക്കൈ, ഇടക്കയുണ്ട്, ഉടുക്കുണ്ട്, പിന്നെ മദ്ദളമുണ്ട്, കരടിക എന്ന് പറയുന്ന വാദ്യമുണ്ട്. ഒരു കാലത്ത് വളരെ പ്രധാനമായിട്ട് കേരളത്തിൽ ഉപയോഗിച്ചിരുന്നൊരു വാദ്യമാണ് ഈ കരടിക. അടുത്ത കാലത്ത് ഇപ്പോഴും അത് ഈ മുടിയെടുപ്പ്, കാളിയൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ കരടിക ഉപയോഗിക്കുന്നുണ്ട്. അസാധ്യ വാദ്യമാണ് കേട്ടോ. നമ്മുടെ ഈ സംഗീത സംവിധായകരൊക്കെ ഈ എന്താണ് പറയണ്ടേ, ഈ ഇലക്ട്രോണിക് മ്യൂസിക് മാത്രം രമിക്കുന്നതിന് പകരം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി വാദ്യങ്ങൾ ഇതിലിങ്ങനെ ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ കമ്പനം, അതിൻ്റെ ഒരു കമ്പനം അസാധ്യ കമ്പനം ഉണ്ടാക്കുന്ന വാദ്യമാണ്. ഈ രാത്രിയിൽ ഈ കാളിയൂട്ട് പോലെയൊക്കെയുള്ള അനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അന്തരീക്ഷം അത്രയേറെ കനപ്പിക്കുന്നത് ഈ കരടികയുടെ ശബ്ദമാണ്. അത്തരത്തിലൊരു പ്രാധാന്യം ഉള്ള ഒരു വാദ്യമാണ് കരടിക. കേരളത്തിൽ പണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന, ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രചാരത്തിലുള്ളൊരു വാദ്യമാണത് എന്ന് സൂചിപ്പിച്ചതാണ്. പിന്നൊന്ന് തിമിലയാണ് സ്വാഭാവികമായിട്ട്. പിന്നെ കുടമുഴ മിഴാവാണ്. തക്കൈ, കണിപ്പറയെ, പിന്നെ തണ്ണുവൈ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മത്തളവും തണ്ണുവൈ ഇതിനകത്ത് രണ്ടായിട്ട് പറയുന്നു. ആദ്യം പൊതുപ്പേരായിട്ട് പറഞ്ഞു, ഇവിടെ 2 വാദ്യങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ചന്ദിരവളയം. ഈ ചന്ദിരവളയം എന്ന് പറയുന്നത് ഒരു ഓട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വളയത്തിന് മുകളിൽ തോല് പൊതിഞ്ഞുണ്ടാക്കുന്നു, ഉടുമ്പിൻ്റെ തോല് പൊതിഞ്ഞുണ്ടാക്കുന്ന ഒരു വാദ്യമാണ് ഇത്. പിൽക്കാലത്തുണ്ടായ രാമകഥപ്പാട്ട് എന്ന് പറയുന്ന പാട്ട്, അത് പാടാനായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ ചന്ദ്രവളയം ഉപയോഗിച്ചിരുന്നതായിട്ട് റെഫറൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നൊന്നും തുടിയാണ്, പെരുമ്പറ പോലുള്ള വാദ്യങ്ങളാണ്. പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
തന്ത്രവാദ്യം കൂടിയാണ്. കാരണം വെച്ചാൽ കാരണം വെച്ചാൽ ഓടിൻ്റെ മുകളിലാണല്ലോ, ഓടിലാണല്ലോ ഇത് പൊതിയുന്നത്. മറ്റ് തുകൽ ഇൻസ്ട്രുമെൻറ്റ്സ് തോൽവാദ്യങ്ങൾ പോലെ മരത്തിലല്ല, പകരം തോലിലാണ്. തോലിൽ പൊതിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് കമ്പനം ഉണ്ടാവുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവുമായിരിക്കുമല്ലോ. ഈ ചന്ദ്രവള ഞാൻ പ്രയോഗിച്ച് വെച്ചാൽ ഇപ്പോൾ പ്രയോഗത്തിലുള്ള രീതിയല്ല, ഇത് പണ്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റെഫറൻസേ ഉള്ളൂ. ഈ വാദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് അത് മ്യൂസിയത്തിലുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഓടിന് മുകളിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഗഞ്ചറ പോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇത് ഗഞ്ചറ പോലെ ഇരിക്കും. അതിൻ്റെ ആ ഉടുമ്പിൻ തോല് വെച്ചിട്ട് അത് പൊതിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ കേൾക്കുന്നത് ഈ പറഞ്ഞ സ്വരങ്ങളും കൂടി കേൾക്കാം, അത് തീർച്ചയായിട്ടും അങ്ങനെ ആവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പാട്ട് പാടുമ്പോഴാണ് ഈ വാദ്യം കൊട്ടി പണ്ട് ഇത് അവതരിപ്പിച്ചിരുന്നത്. പിൽക്കാലത്ത് നമ്മളത് ഇടയ്ക്കയിലും മറ്റുമൊക്കെയാണ് ആ രീതിയിൽ നമ്മളത് കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ സംഗീതത്തെക്കുറിച്ചുള്ള നിരവധി റെഫറൻസുകളുണ്ട്. തൽക്കാലം ഞാനതൊക്കെ വിടുകയാണ്. ചെണ്ട ഈ പറഞ്ഞ പ്രാചീന കൃതികളിലൊന്നും ചെണ്ടയെക്കുറിച്ചുള്ള പരാമർശമില്ല. തമിഴകത്ത് ഈ പ്രാചീന കൃതികളിലൊന്നും ചെണ്ടയെക്കുറിച്ചുള്ള പരാമർശമില്ല. പക്ഷേ ചില തമിഴ് കൽവെട്ടുകളിലുണ്ട്. ചില തമിഴ് കൽവെട്ടുകളിൽ അതിൻ്റെ പരാമർശം ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് വരുന്ന പഞ്ചവാദ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വാദ്യം ചെണ്ടയാണ്. അതാണ് ഞാൻ അതിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറഞ്ഞ നമ്മൾ പിന്നീട് വരുന്നൊരു ചരിത്ര പരിണാമം ശ്രദ്ധിക്കണേ. അതായത് ഈ സംഘകാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രത്യേക മതത്തിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ബൗദ്ധരുണ്ട്, ജൈനരുണ്ട്, അതേപോലെ തന്നെ ഈ ശൈവരെന്നും വൈഷ്ണവരെന്നും ഒക്കെ പറയാവുന്നവരുടെ ചില അങ്ങനെയൊക്കെ പിൽക്കാലത്ത് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചില സൂചനകൾ. ഇപ്പം മുരുകൻ ഒരു പ്രധാനപ്പെട്ട ദേവതയാണ്. മറ്റൊന്ന് കൊറ്റവൈയാണ്. കൊറ്റവൈ എന്ന് പറയുമ്പോൾ ശാക്തേയ ദേവത, നമുക്ക് പിന്നീട് ദുർഗ എന്നൊക്കെ പറയാൻ തോന്നിക്കുന്ന ഒരു ദേവതയാണ്. മായോൻ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദേവതയാണ്. കാരണം വെച്ചാൽ ഈ എന്താ പറയണ്ടേ, ഈ കോവലരുടെ വെച്ചാൽ ഗോപാലർ തന്നെയാണ്, കോവലരുടെ അല്ലെങ്കിൽ ഇടയരുടെ ദേവതയാണ് മായോൻ. ഈ മായോൻ്റെ തിരുനാളെന്നുള്ള നിലയ്ക്കാണ് പണ്ട് തിരുവോണം ആഘോഷിച്ചിരുന്നത്. അങ്ങനെ റെഫറൻസ് ഉണ്ട് ഈ മധുരൈ കാഞ്ചി എന്ന് പറയുന്ന കൃതിയിൽ. പോട്ടെ, ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു സാംസ്കാരിക സാഹചര്യമാണ് സംഘകാലത്തുണ്ടായിരുന്നതെങ്കിൽ പിൽക്കാലത്ത് ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുക. അതായത് ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട് മുതൽ ഒരു 12-ാം നൂറ്റാണ്ട്, 13-ാം നൂറ്റാണ്ട് വരെ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രഭാവ കാലമാണ്. ആ ഒരു കാലത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളിൽ പലതിലും ഈ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ആ ശൈവരുടെ പ്രധാനപ്പെട്ട കൃതികൾ വെച്ചാൽ 12 തിരുമുറകളാണ്. 12 തിരുമുറകൾ. അതിൽ ആദ്യത്തെ 3 തിരുമുറകളെയാണ് തേവാരം പാട്ടുകൾ എന്ന് പറയുക. അതായത് അപ്പർ, സംബന്ധർ, സുന്ദരമൂർത്തി എന്നിങ്ങനെ 3 നായനാർമാർ രചിച്ചിട്ടുള്ള കൃതികളെ ചേർത്ത് വെച്ചിട്ടാണ് തേവാരം പാട്ടുകൾ എന്ന് പറയുക. പിന്നെയും ഉണ്ട് ഈ പറഞ്ഞ കാരേക്കൽ അമ്മയാർ. നമ്മുടെ പറയവറ്റ് മന്ദിരപുരത്തിൻ്റെ കഥയിൽ വരുന്ന കാരേക്കലമ്മയുണ്ടല്ലോ, കാരക്കലമ്മ. ഈ കാരക്കലമ്മ ഒരു പ്രധാനപ്പെട്ട ശൈവ സിദ്ധയാണ്. കാരേക്കലമ്മയാർ രചിച്ചിട്ടുള്ള കൃതികളിൽ ഈ പറഞ്ഞ വാദ്യങ്ങളെക്കുറിച്ച് സൂചനയുണ്ട്. അവർ പലതരത്തിലുള്ള വാദ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം വെച്ചാൽ ഈ ശൈവരുടെ തേവാരം പാട്ടുകളിലും വൈഷ്ണവരുടെ 4000 ദിവ്യപ്രബന്ധത്തിലും, അതായത് 12 നായനാർമാരാണുള്ളത്, 12 ആഴ്വാർമാരാണുള്ളത്. ആഴ്വാർമാർ വൈഷ്ണവരാണ്. നമ്മുടെ കുലശേഖര ആഴ്വാർ ഉൾപ്പെടെ നമ്മാഴ്വാർ, കുലശേഖര ആഴ്വാർ, തൊണ്ടരടിപ്പൊടി ആഴ്വാർ, ഇങ്ങനെയുള്ള ആണ്ടാൾ, അതിനകത്തൊരു സ്ത്രീയുണ്ട്, ഒരു സ്ത്രീയുണ്ട് ആണ്ടാൾ. അങ്ങനെ 12 ആഴ്വാർമാരിൽ ആഴ്വാർമാർ രചിച്ചതാണ് ഈ പറഞ്ഞ 4000 ദിവ്യപ്രബന്ധം എന്നറിയപ്പെടുന്ന കൃതികൾ. മറുവശത്ത് ഈ പറഞ്ഞ ശൈവ പ്രത്യേകിച്ച് 12 തിരുമുറകൾ, അതിലും ധാരാളം റെഫറൻസ് ഈ വാദ്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ഉണ്ട്. അത് പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ചില വാദ്യങ്ങൾ അഡീഷണലായിട്ട് വരുന്നു എന്നുള്ളതല്ലാതെ ആദ്യം പറഞ്ഞ ലിസ്റ്റില്ലേ, അതിലൊക്കെയുള്ള വാദ്യങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുക. അവിടെയൊന്നും പക്ഷേ ചെണ്ടയെക്കുറിച്ചുള്ള റെഫറൻസ് അതിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ചരിത്രപരമായിട്ട് ഞാൻ ഈ വാദ്യങ്ങളുടെ എണ്ണം പറയുന്നതിനേക്കാൾ പ്രധാനമായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പീരീഡുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചരിത്രം മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ഓരോ കാലഘട്ടത്തിൻ്റെ ജീവിതത്തെയും ആ കാലഘട്ടത്തിലെ സാംസ്കാരിക ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയും ഒക്കെ നിർണ്ണയിക്കുന്ന ചില സംഗതികൾ ഈ കേരളത്തിലെ ഈ ശൈവ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളുടെ പ്രചാരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നറിയുന്ന കേരളം രൂപപ്പെടുന്നത്. അതിന് മുമ്പുള്ള സമുദായങ്ങളെ ഒന്നും നമുക്ക് പിൽക്കാലത്ത് കാണാൻ പറ്റുന്നില്ല. എയിനർ, മറ്റേ കുറവരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എയിനർ, ഉഴവർ, അല്ലെങ്കിൽ പരതവർ, അല്ലെങ്കിൽ ഉമണർ,
ഇങ്ങനെയൊക്കെയുള്ള നിരവധി സമുദായങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് സംഘംകൃതികൾ ലഭ്യമാണ്. ഇവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിൽക്കാലത്ത് നമ്മൾ കാണുന്ന വേറെ ചില സമുദായങ്ങളെയാണ്, അല്ലേ? ബ്രാഹ്മണ സമുദായത്തിൽ ഉള്ള അങ്ങനെയുള്ള ആളുകൾ, മറ്റേ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞാൽ അതിലെ പല വിഭാഗങ്ങൾ, അമ്പലവാസി വിഭാഗങ്ങൾ, വാര്യര്, പൊതുവാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങൾ. ഇങ്ങനെയുള്ള സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ഈ 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ക്ഷേത്രരേഖകളിൽ നിന്നാണ്. ഏകദേശം ഈ ഒരു കാലത്ത് തന്നെയാണ് കേരളത്തിലെ ഈ കലകളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലകളുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട പല സംഗതികളും കാണുന്നതും ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, തന്ത്രപദ്ധതിയുടെ പ്രചാരമാണ്. താന്ത്രിക പദ്ധതി ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടി വിശദീകരിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്തൊരു തരത്തിലാണ് ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, താന്ത്രിക പദ്ധതി വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഹിതകൾ, വൈഷ്ണവ സംഹിതകളാണ് അവരുടെ ഈ പ്രധാനപ്പെട്ട താന്ത്രിക കൃതികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശൈവരുടേത് ആഗമങ്ങൾ എന്ന് പറയും. ഈ ആഗമങ്ങൾ അനുസരിച്ചിട്ടാണ് അവരുടെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. തന്ത്രം എന്ന് പറയുന്നത് സാധാരണ തന്ത്രം എന്ന് മാത്രം പറഞ്ഞാൽ ശാക്തേയ തന്ത്രമാണ്. അതായത് സംഹിത, ആഗമം, തന്ത്രം എന്നുള്ള ഡിവിഷനിൽ സംഹിത വൈഷ്ണവരുടേതും ആഗമം ശൈവരുടേതും തന്ത്രം ശാക്തേയരുടേതുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഷൻ. പക്ഷേ ഇത് ഒരു ഓവർലാപ്പ് ചെയ്തും വരാം. പലപ്പോഴും തന്ത്രം എന്ന് പൊതുപ്പേരിൽ ബാക്കി എല്ലാത്തിനെയും കൂടെ ചേർത്ത് പറഞ്ഞുള്ള ഒരു സംഭവമുണ്ട്. അതായത് പഴയകാലത്ത് ഈ ശൈവം, വൈഷ്ണവം, ശാക്തം, സൗരം, സൂര്യൻ, ഗാണപത്യം, സ്കന്ധം, ബൗദ്ധം എന്നിങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങളുണ്ട്. അതിനകത്ത് കാശ്മീരിലാണെങ്കിൽ ഈ വൈഷ്ണവ ശൈവമായിട്ടുള്ള തന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. വൈഷ്ണവ തന്ത്രം പിൽക്കാലത്ത് ഉത്തര ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. പാഞ്ചരാത്രം, വൈഖാനസം തുടങ്ങിയിട്ടുള്ള താന്ത്രിക സ്കൂളുകൾ, അതായത് വൈഷ്ണവ താന്ത്രിക സ്കൂളുകൾ ദക്ഷിണേന്ത്യയിലാണ് പിന്നീട് വളർന്ന് വികസിക്കുന്നത്. ഇതിൻ്റെ ചരിത്രവും വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് വാസ്തവത്തിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കലാരൂപങ്ങൾ എങ്ങനെ വളർന്ന് വികസിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഏതായാലും തന്ത്രശാസ്ത്ര കൃതികൾക്കുള്ള പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ മാത്രം പറയാം. ഒന്ന്, അതിൽ ഗുരുവിന്, വൈഷ്ണവായാലും ശൈവായാലും ഗുരുവിനുള്ള പ്രാധാന്യമാണ്. രണ്ടാമത്തെ ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം. മൂന്നാമത് അനുഷ്ഠാനങ്ങൾക്കുള്ള പ്രാധാന്യം. ഈ കാര്യങ്ങളിൽ വൈദിക അനുഷ്ഠാനങ്ങളുമായിട്ടൊരു എങ്ങനെയൊരു സാദൃശ്യവും ഉണ്ടായി. അതുകൊണ്ട് വൈദിക ബ്രാഹ്മണർക്ക് എന്താണ് ഈ തന്ത്രശാസ്ത്രവുമായിട്ട് ഒരു അടുത്ത ബന്ധം ഉണ്ടാകുന്നതിനത് കാരണമായി. കാരണം വെച്ചാൽ കേരളത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണർ ഒരു കാലഘട്ടത്തിൽ മീമാംസകരായിട്ട് മാറിയതായിട്ട് നമുക്കറിയാം. അതിൻ്റെ ഐതിഹ്യം എന്താ വെച്ചാൽ ഹരിശ്ചന്ദ്ര പെരുമാൾ എന്ന് പറയുന്ന പെരുമാൾ ആണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള കുമാരലഭട്ടനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് കുമാരലഭട്ടൻ ഈ പൂർവ്വമീമാംസ അഭ്യസിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് യാഗ സംസ്കാരം കേരളത്തിൽ ശക്തമായിട്ട് വരുന്നത്. യാഗങ്ങളുടേതായിട്ടൊരു വലിയ സംസ്കാരം കേരളത്തിലുണ്ടാകുന്നുണ്ട്. മേഴത്തോൾ അഗ്നിഹോത്രിയുടെ മറ്റൊക്കെ കഥയിൽ നമ്മളത് കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സാംസ്കാരിക മറ്റ് പല ഘടകങ്ങളുമായിട്ട് ചേർന്നാണ് ഇതെല്ലാം നിൽക്കുക. അത് വളരെ വിശദമായ വിഷയമാണ്. നമുക്ക് സംസാരിക്കാൻ തീരെ സമയക്കുറവായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തന്ത്രത്തിൻ്റെ കാര്യം മാത്രം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. തന്ത്രം വെച്ചാൽ ഈ പറഞ്ഞ ആഗമങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾ തന്ത്രശാസ്ത്രത്തിൻ്റെ ആ സങ്കീർണവും നിഗൂഢവുമായിട്ടുള്ള ലോകത്തേക്ക് കടന്നാൽ ഇതെങ്ങനെയാണ് ക്ഷേത്രതന്ത്രമായി മാറിയതെന്ന് വലിയ ഒരു കൺഫ്യൂഷൻ തോന്നാം. അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അത് വിശദമായിട്ട് സംസാരിച്ചാലേ പറ്റുള്ളൂ. ഇതിനകത്ത് ആകെ നമുക്ക് ഒരു എന്താ പറയണ്ടേ, ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ശൈവ പാരമ്പര്യത്തിൽ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളാണ് ശൈവ താന്ത്രിക പാരമ്പര്യത്തിലുള്ളത്. ഒന്ന് ശൈവം, പാശുപതം, സോമം, ലാകുലം എന്നിങ്ങനെ 4 പാരമ്പര്യങ്ങളാണ്. ഇതിൽ ശൈവത്തിന് 3 വിഭാഗങ്ങൾ, സിദ്ധാന്തം, ശൈവ സിദ്ധാന്തം എന്ന് പറയും. മറ്റേത് ദക്ഷിണം, പിന്നത് വാമം, ദക്ഷിണാചാരം, വാമാചാരം എന്ന് പറയുന്ന തരത്തിൽ. ദക്ഷിണത്തിന് തന്നെ ഭൈരവമെന്നും അഘോരമെന്നും 2 വിഭാഗമുണ്ട്. വാമത്തിന് അനാദി എന്നും പൂർവമെന്നും പശ്ചിമമെന്നും 3 തരത്തിലുള്ള പിരിവുകളുണ്ട്. ഭൈരവത്തിന് പിന്നീട് മഹാവ്രതം, കാളാമുഖം, കാപാലം, പാശുപതം എന്നിങ്ങനെ പിരിവുകളുണ്ട്. അതിൽ സിദ്ധാന്തത്തിന്, ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് പ്രസക്തം, സിദ്ധാന്തത്തിന് ശൈവഭേദം, രൗദ്രഭേദം എന്ന് പറയുന്ന 2 തരത്തിലുള്ള പിരിവുകളുണ്ട്. ഈ ശൈവ സിദ്ധാന്തത്തിൽ നിന്നാണ് ശൈവ ആഗമങ്ങളുടെ പ്രചാരം ഉണ്ടാകുന്നതെന്നർത്ഥം. ഈ ശൈവാഗമങ്ങളിൽ പ്രധാന ക്ഷേത്ര ചടങ്ങുകളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അതിൽ ഈ പലതരത്തിലുള്ള ക്ഷേത്ര ഒരു കാലത്ത് ഈ പറഞ്ഞ ചോഴര്, പല്ലവര്, പാണ്ഡ്യര്, ചാലൂക്യര്, അതുപോലെ വിജയനഗരത്തിലെ രായര്, ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങളെല്ലാം ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ മത്സരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ രാജേന്ദ്ര ചോഴനും അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടി, ചോഴ രാജാവായിട്ടുള്ള രാജേന്ദ്ര ചോഴനും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി 52 മഹാക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ വലിപ്പം, ഇത്രയേറെ ക്ഷേത്രങ്ങളാണ് അവർ നിർമ്മിച്ചത്. ഈ ഒരു സംഗതിയാണ് വാസ്തവത്തിൽ പിൽക്കാലത്ത് കലാരൂപങ്ങളെ ഈ രീതിയിൽ വ്യവസ്ഥപ്പെടുത്തുന്നതിന് ഒരു കാരണമായി തീരുന്നെന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. കാരണം വെച്ചാൽ താന്ത്രിക ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കലാരൂപങ്ങളുടെ ഒക്കെ പിന്നീടുള്ള ഒരു വ്യവസ്ഥകൾ നമുക്ക് രൂപപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുക.
ഇപ്പോൾ പൂജ രണ്ട് തരമുണ്ട് താന്ത്രിക സമ്പ്രദായം അനുസരിച്ച്. ഒന്ന് ആത്മാർത്ഥ പൂജയാണ്, സ്വാർത്ഥ പൂജ എന്ന് പറയും. മറ്റേത് പരാർത്ഥ പൂജയാണ്. സ്വാർത്ഥ പൂജ അല്ലെങ്കിൽ ആത്മാർത്ഥ പൂജ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉപദേശം കിട്ടിയിട്ട്, ഇപ്പോൾ ഒരാളുടെ ഒരു വൈഷ്ണവരാണെങ്കിൽ സാളഗ്രാമം ഉണ്ടാവും, ശൈവരാണെങ്കിൽ ശിവലിംഗം ഉണ്ടാവും. ഈ സംഗതി സ്വന്തം വിഗ്രഹമായിട്ട് കണക്കാക്കി തനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള പൂജ. അത് വേറെ ആരുടെ ഒരു കാര്യം അന്വേഷിക്കുന്നില്ല. അത് തൻ്റെ തന്നെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഫലത്തിന്, തൻ്റെ തന്നെ അതിൻ്റെ സുഹൃത ഫലം തനിക്ക് തന്നെയാണ് ലഭ്യം ആകുക എന്നർത്ഥം. അങ്ങനെയുള്ള പൂജയ്ക്കാണ് ആത്മാർത്ഥ പൂജ എന്ന് പറയുക. മറ്റേ പരാർത്ഥ പൂജയാണ്. പരാർത്ഥ പൂജയാണ് ഒരു എന്താ പറയുക, വിഗ്രഹത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് അവിടെ ആരാധിക്കുന്ന ആ ഒരു സംഗതിക്ക് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അർത്ഥത്തിലാണ്. അത് പരാർത്ഥ പൂജയാണ്. അത് അജിതാഗമത്തിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. യജനം സ്വാർത്ഥം ആഖ്യാതം സ്വസ്യേഷ്ട ഫലതം യഥ തത് പരാർത്ഥമിതി പ്രോക്തം അന്വേഷാം ഫലദാനത എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നിത്യപൂജയുടെ ചടങ്ങുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അഭിഷേകം, അലങ്കാരം, നൈവേദ്യം, ഉപചാരം, ബലിതാമ്പൂലം എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള എന്താ പറയണ്ടേ, അതിഥി സൽക്കാര സംഗതികളാണ് അതിൽ ഉള്ളത്. അതിനകത്ത് വരുന്ന ഒരു പരാമർശം ശ്രദ്ധിക്കുക. നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടൊരു പരാമർശം ഞാൻ പറയാം. എന്താണ്, നിങ്ങൾക്കറിയാം, എന്താണ്, ഒരു ക്ഷേത്രമാകുമ്പോൾ അതിനകത്ത് പ്രധാന ദേവതകളുണ്ടാവും, പിന്നൊന്ന് പരിവാര ദേവതകളും ഉണ്ടാവും. എന്നിട്ട് ഈ ദേവതകളുടെ ആരാധനകളെക്കുറിച്ച് പൂർവകാമികാഗമം ശ്രദ്ധിക്കുക. പൂർവകാമികാഗമം എന്ന് പറയുന്ന ശൈവ ആഗമത്തിൽ ഉള്ള ഒരു റെഫറൻസ് ശ്രദ്ധിക്കുക. കുര്യാത് പഞ്ചമഹാശബ്ദം സർവപ്രാണി തമോപഹം തത്കാലേ പൂജയേദ്ദേവം സർവകാമാർത്ഥസിദ്ധയെ എന്ന് പറയുകയാണ്. അതായത് പ്രഭാതത്തിൽ ഏത് ക്ഷേത്രത്തിലും ശിവക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണം? പഞ്ചമഹാശബ്ദം എന്ന് പറയുന്ന ഒരു സംഗതി അവതരിപ്പിക്കണം. വാദ്യങ്ങൾ, അഞ്ച് വാദ്യങ്ങൾ ചേർന്നിട്ടുള്ള പഞ്ചമഹാശബ്ദം അവതരിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാമല്ലോ, പഞ്ചവാദ്യം ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈ രീതിയിലാണെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ പിന്നീട് അതിൻ്റെ റെഫറൻസുകൾ ധാരാളം പറയാം. പക്ഷേ പഞ്ചവാദ്യം ഇന്നത്തെ രീതിയിൽ അല്ല. തിമില മാത്രം പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ പല വൈവിധ്യമാർന്ന രീതിയിൽ അക്കാലത്ത് അവതരിപ്പിച്ചിരുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. ആ 5 വാദ്യങ്ങൾ പല നാടുകളിലും പലതാണ്. പക്ഷേ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ 5 വാദ്യം വായിക്കണം എന്നുള്ളതുകൊണ്ട് ഈ 5 വാദ്യങ്ങളുടെ കോമ്പിനേഷൻ മിക്കവാറും തമിഴകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു ഈ പഞ്ചവാദ്യം. ഇന്നത്തെ തമിഴ്നാട്ടിലും പഞ്ചവാദ്യമുണ്ട്. പഞ്ചമേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, രണ്ടുമുണ്ട്. പഞ്ചമേളം എന്ന് വെച്ചാൽ മരണാനന്തര ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. 5 വാദ്യങ്ങൾ തന്നെയാണ് അതിലും. മറ്റേത് പഞ്ചവാദ്യം, 5 തരത്തിലുള്ള ഐമ്പറൈകൾ എന്ന് പറയും. 5 വാദ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു സംഗതി. ഏതായാലും പൂജയുടെ ഓരോ ഘട്ടത്തെ ഓരോ സംസ്കാരം എന്നാണ് പറയുക. ഈ നിത്യപൂജയുടെ ഉപചാരങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് പാദ്യമുണ്ട്, ആചമനീയമുണ്ട്, അർഘ്യമുണ്ട്, സ്നാനതോയം, വസ്ത്രം, ആഭരണം, ഗന്ധം, പിന്നെ പുഷ്പം, ധൂപം. ഇതൊക്കെ വിസ്തീരിക്കേണ്ട കാര്യമില്ല. എങ്കിലും അതിനകത്ത് ഒരു കാര്യം മാത്രം എടുത്ത് പറയണം. എന്താണ്, നൈവേദ്യം, അത് കഴിഞ്ഞിട്ട് താമ്പൂലം, ബലി. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ഈ വാദ്യപ്രയോഗമായിട്ടും കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ശൈവ ആഗമങ്ങളിൽ പൊതുവേ പറയുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല, ശൈവ ആഗമങ്ങളിൽ, സൗത്ത് ഇന്ത്യ മുഴുവനായിട്ടുള്ള ആഗമങ്ങളിൽ പൊതുവേ പറയുന്ന കാര്യമാണ് ഇതല്ല. കേട്ട് കഴിയുമ്പോൾ വിചാരിക്കും കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നതാണെന്നല്ലേ. അത് മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ടായിരുന്ന, കേരളവും തമിഴ്നാട് ഉൾപ്പെടുന്ന പഴയ തമിഴകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിത്യോത്സവം വെച്ചാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ ഘോഷയാത്രയ്ക്കാണ് നിത്യോത്സവം. ശിവേലി അല്ലേ. അതുപോലെ വാദ്യം, പ്രത്യേക അനുഷ്ഠാനങ്ങൾക്ക് സവിശേഷമായ താളങ്ങളിൽ വേണം നിഷ്കർഷയുണ്ട് ആഗമങ്ങളിൽ. പ്രത്യേക അനുഷ്ഠാനങ്ങൾക്ക് സവിശേഷമായ താളങ്ങളിൽ വേണമെന്ന് നിഷ്കർഷയുണ്ട്. ഗീതം അതുപോലെ പ്രത്യേക അനുഷ്ഠാനങ്ങൾക്ക് സവിശേഷമായ രാഗങ്ങളിൽ വേണമെന്ന് നിഷ്കർഷയുണ്ട്. പിന്നെയുള്ളത് നൃത്തം, ശുദ്ധനൃത്തം എന്ന് പറയുന്ന ഒരു സംഗതി ആയിരിക്കണം നിർബന്ധമുണ്ട്. ശുദ്ധനൃത്തം ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസാണ്, ശുദ്ധനൃത്തമാണ്, സ്റ്റൈലൈസ്ഡ് ഡാൻസാണ്, അതേ ആകാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാവുന്ന നിത്യപൂജയ്ക്കുള്ള കാലഗണനയാണ്. അതായത് കൃത്യമായിട്ട് എന്താണ്, ഒരു പൂജ ഇത്ര സമയത്തിനകം കർശനമായിട്ട് ചെയ്തു തീർക്കണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഞാൻ ഒന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. ഒരു നിത്യപൂജ ഒരു സന്ധിയിൽ മധ്യാഹ്ന സന്ധി, സായാഹ്ന സന്ധി എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രഭാത സന്ധി, മധ്യാഹ്ന സന്ധി, സായാഹ്ന സന്ധി എന്ന് പറഞ്ഞാൽ 3 സന്ധികൾ ഏറ്റവും പ്രധാനം. യാമങ്ങളായിട്ട് തിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകളുണ്ട്, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കാം. ഏതായാലും ഒരു യാമത്തിനുള്ളിൽ പൂർത്തിയായിരിക്കണം എന്നാണ്. കൃത്യമായിട്ട് എന്താണ്, തുടക്കം മുതൽ തീരുന്നവരെ 7.5 നാഴിക കൊണ്ട് തീരുന്ന തരത്തിലാണ് ഓരോ പൂജയുടെയും സമയം ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രം സൂചിപ്പിക്കാം. സ്നാനത്തിന് 2 ഘടിക എന്ന് വെച്ചാൽ നാഴിക തന്നെയാണ്. അർച്ചനയ്ക്ക് 1 ഘടിക, നൈവേദ്യം ബലിദാനം 1/2 ഘടിക വീതം, നിത്യാഗ്നി കാര്യം അതിന് 1/2 ഘടിക, നിത്യോത്സവത്തിന് 2 നാഴിക, നൃത്തത്തിന് 1 ഘടിക. ഇങ്ങനെയാണ് കാമികാഗമം ആ കാര്യത്തെ
ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം വെച്ചാൽ നമ്മളുടെ പാണിവാദനം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ കർശനമായിട്ടുള്ള താളത്തിൻ്റെതായിട്ടുള്ള ആ അക്ഷരകാലത്തിൻ്റെ ഒരു ക്രമമുണ്ടല്ലോ. 32 മാത്ര നമുക്കറിയാമല്ലോ. താ എന്ന് പറയുന്നൊരു കൊട്ട് കഴിഞ്ഞിട്ട് പിന്നീട് 32 മാത്ര മനസ്സിൽ കണക്കാക്കി പിടിച്ചിട്ടാണ് തോം എന്ന് പറയുന്ന അടുത്ത ശബ്ദം അതിൽ കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഈ മനസ്സുകൊണ്ട് മാത്രം പിടിച്ച് കൊട്ടുന്ന ആ കണക്കൊക്കെ ഈ പൂജയുടെ കണക്കുകളുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഈ രീതിയിലാണെന്ന് പറയുക. പൂജയ്ക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്, ഇത്ര സമയത്തിനകം അത് തീർത്തിരിക്കണം എന്നുള്ള കണക്കുകൾ ഈ ആഗമങ്ങളിലുണ്ടെന്ന് സൂചിപ്പിച്ചതാണ്. അപ്പം ഇങ്ങനെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലാണ് ഇത്തരത്തിലുള്ള സൂചനകളുള്ളത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ സവിശേഷ ഘടന ഞാൻ അങ്ങനെ അതും വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങൾ പ്രയോഗമഞ്ജരി, ശൈവാഗമ നിബന്ധന, മാതൃസദ്ഭാവം, അതുപോലെ രത്നാവലി, വിഷ്ണു സംഹിത, ഈശാന ശിവഗുരുദേവ പദ്ധതി, പാശുപതം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നിരവധി തന്ത്ര പുസ്തകങ്ങൾ ആദ്യം തന്നെ ഉണ്ട്. അതുപോലെ ക്രിയാദീപിക, പുടയൂർ ഭാഷ. അത് കഴിഞ്ഞിട്ടാണ് ഈ തന്ത്രസമുച്ചയം, ശേഷ സമുച്ചയം എന്നൊക്കെ പറയുന്ന ക്രിയാസംഗ്രഹം പോലെയൊക്കെയുള്ള പുസ്തകങ്ങൾ വരുന്നത്. പിന്നീട് അതിൻ്റെ തന്നെ മലയാള വിവർത്തനം പോലെ കൈനിക്കര പച്ച, കുഴിക്കാട്ട് പച്ച പോലെയുള്ള വിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ തന്ത്രഗ്രന്ഥങ്ങളുടെ ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അതിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചുറ്റമ്പലം, ശ്രീകോവിലം, മണ്ഡപം, വിളക്കുമാടം, ബലിക്കൽപ്പുര, ഗോപുരം, കൊടിമരം, ആനക്കൊട്ടിൽ, മതിൽ. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഓത്തമ്പലമുണ്ട്, പിന്നെ കൂത്തമ്പലമുണ്ട്. പഞ്ചപ്രാകാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അകത്തെ ബലിവട്ടം, നാലമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണ വഴി, പുറംമതിൽ, ഇങ്ങനെ 5 പ്രാകാരങ്ങളുണ്ട്. അതുപോലെ പൊതുവേ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒരു ദേവതയ്ക്ക് 5 പൂജകളാണുള്ളത്. ഒന്ന് ഉഷപൂജ, പിന്നെ എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ. ഇത് ഓരോന്നിൻ്റെ സമയം എപ്പോഴാണ് ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. തിരുമാന്താംകുന്നിലാണെങ്കിൽ വൈകുന്നേരം 4:00 തിരിഞ്ഞ് പന്തീരടി പൂജ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുണ്ട്. അങ്ങനെ ഒരു പൂജ അവിടെ സവിശേഷമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കേരളത്തിൽ ഈ നിവേദ്യം കഴിഞ്ഞിട്ട് നടയടച്ച് പ്രസന്ന പൂജയ്ക്ക് നടയടയ്ക്കുക എന്ന് പറയും, അല്ലേ, അടച്ച് പൂജ എന്ന് പറയും. ഈ പ്രസന്ന പൂജയ്ക്ക് നടയടച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപചാരം അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു സംഗതി. അതിനകത്ത് ചൊല്ലുന്ന ആ മന്ത്രം അറിയായിരിക്കില്ല. അപൂപം വിധം, താമ്പൂലം വിധം, ക്രമുകം വിധം, കർപ്പൂരം വിധം, താലവൃന്ദം വിധം, ചാമരം വിധം, ശ്വേതഛത്രം വിധം എന്ന് പറഞ്ഞ് രാജോപചാരത്തിൻ്റെ രാജാവിനെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രത്നസിംഹാസന വിധം, കൂടെയുള്ളത് നൃത്തമിതം, ഗീതമിതം, വാദ്യമിതം എന്ന് എന്നിട്ടാണ് പറയുന്നത് സർവ്വരാജോപചാരം വിധം. ഈ സമയത്ത് ഈ ചടങ്ങ് അകത്ത് നടക്കുന്ന സമയത്ത് പുറത്ത് സോപാന സംഗീതം അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞ ക്ഷേത്ര താന്ത്രിക സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ കലകൾ പ്രചാരത്തിൽ വരുന്നത്. എന്തുകൊണ്ട് വൈദികർക്ക് ഇല്ലയെന്ന് ചോദിച്ചാൽ വൈദികർക്ക് ഇങ്ങനെയുള്ള കലകളിൽ യാതൊരു വിശ്വാസവും ഇല്ല. അതാണ് തമാശ. ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് എങ്ങനെയാണ്, വേദം ചൊല്ലുകയാണെങ്കിൽ അതിനകത്ത് സംഗീതം അരുതുന്നുണ്ട്. അതിൽ രാഗങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താളങ്ങളോ ഒന്നും പാടില്ല. വൈദിക സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്ത അനുദാത്ത സ്വരിത ഭേദങ്ങളനുസരിച്ച്, പിന്നെ കേരളത്തിലാകുമ്പോൾ കമ്പം, പ്രചയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഉച്ചാരണത്തെ സൂചിപ്പിക്കുന്ന ചില സംഗതികളോട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഓത്തിയൊല്ലൽ എന്ന് പറഞ്ഞൊരു സംഗതി നിർവഹിക്കുന്നത്. അതിനൊക്കെ ഈ പറഞ്ഞ സംഗീതാത്മകമായിട്ടല്ല അത് ചൊല്ലുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഗാന്ധർവ സംഗീതം എന്നാണ് അതിന് ശിക്ഷകളിൽ പറയുക. നാരദീയ ശിക്ഷ, യാജ്ഞവൽക്യ ശിക്ഷ, പാണിനീയ ശിക്ഷ തുടങ്ങിയുള്ള ശിക്ഷാകൃതികളിൽ അതിന് ഗാന്ധർവ സംഗീതം എന്നാണ് ഇത്തരത്തിലുള്ള സപ്തസ്വര സംഗീതത്തെ പറയുക. അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വൈദിക സംഗീതം അങ്ങനെയല്ല. ഞാനതാണ് സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം. അപ്പോൾ ഇത് പക്ഷേ താന്ത്രിക പദ്ധതിയിൽ ഈ പ്രശ്നമില്ല. അതിൽ ഈ പറഞ്ഞ കലകളെല്ലാം ഈ പറഞ്ഞ തരത്തിലുള്ള ആ മിഴിവോടുകൂടി പകിട്ടോടുകൂടി പ്രത്യക്ഷപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് താന്ത്രിക പദ്ധതിയാണ് വാസ്തവത്തിൽ ഇതിനൊരു കാരണമായി തീരുന്നത്. അതിൽ ഇപ്പോൾ സോപാന സംഗീതത്തിനാണെങ്കിൽ തന്നെ രാവിലത്തെ പൂജകൾക്ക് ദേശാക്ഷി, അതുപോലെ തന്നെ ശ്രീകണ്ഠി, പിന്നത്തെ നളത്ത, മലഹരി, ഇതിൻ്റെയൊക്കെ ഓരോ സമയത്തും പാടേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഉഷപൂജയ്ക്ക് ചിലയിടത്ത് ദേശാക്ഷി രാഗം, അതുപോലെ എതിർത്ത പൂജയ്ക്ക് ശ്രീകണ്ഠി രാഗം അങ്ങനെ പറയാറുണ്ട്. പന്തീരടി പൂജയ്ക്ക് നളത്ത ആണെന്ന് പറയാറുണ്ട്. വേറെ ചിലയിടത്ത് പന്തീരടി പൂജയ്ക്ക് മലഹരിയാണ് പതിവ്. ഇങ്ങനെയുള്ള സൂക്ഷ്മ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഈ പൂജകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാഗാലാപനവും അതുപോലെ തന്നെ പിന്നീടുള്ള ഇടയ്ക്ക കൂറുകളും, അല്ലേ. ഓരോ ഉഷപൂജയ്ക്കും എതിർത്ത പൂജയ്ക്കും പന്തീരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ഒക്കെ പ്രത്യേകം കൂറുകളുണ്ട്, ഇടയ്ക്ക കൂറുകളുണ്ട്. ഗീതമായി, വാദ്യമായി. നൃത്തം പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ ആ രീതിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. അത് പലപ്പോഴും കൂത്തമ്പലങ്ങളിൽ ചാക്യാർ കലകളായിട്ടാണ് അത് പിന്നീട് വികസിച്ച് വന്നത് നമുക്ക് കാണാൻ പറ്റും. അതും എന്തായാലും ഈ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം ചേർന്ന് നിന്നിരുന്നു നമുക്ക് കൃത്യം അറിയില്ല. നമുക്കറിയാം അതുപോലെ ഉത്സവങ്ങളുടെ ഒരു സവിശേഷത അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്നൊക്കെയുള്ള ഉത്സവങ്ങൾക്കനുസരിച്ച് ഈ പാണികൊട്ട് നമുക്കറിയാലോ. ഉത്സവങ്ങളൂടെ ചേരുമ്പോഴേക്കും കലാരൂപങ്ങളുടെ മൊത്തത്തിലുള്ള സംഗതിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിലെ നിത്യപൂജയായിട്ട് ബന്ധപ്പെട്ട എന്താണ് സോപാന സംഗീതം വരുന്നു. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടയ്ക്ക
ഇടയ്ക്കാകുട്ടി പാടലും കൊട്ടലും അതിനകത്ത് വരുന്നു. മാത്രമല്ല ക്ഷേത്രവാദ്യങ്ങൾ അതിനകത്ത് വരുന്നു. പിൽക്കാലത്ത് ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഇപ്പോൾ പാണി, ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കണമെങ്കിൽ പാണി വേണം. പുറത്ത് ശിവേലിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പ്രദക്ഷിണ ഘോഷയാത്ര, നിത്യോത്സവം എന്ന് പറയുന്ന സംഗതി ഉള്ളതുകൊണ്ട് ആ രീതിയിലത് വരുന്നു. മറ്റേ പടഹാദി ഉത്സവങ്ങൾക്കാകുമ്പോഴേക്കും പലതരത്തിലുള്ള കലാരൂപങ്ങൾ, അല്ലാതെ വലിയ വിപുലമായ വാദ്യ കലാരൂപങ്ങൾ വരുന്നു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിൽ തമിഴകത്ത് മുഴുവനുണ്ടായ ക്ഷേത്രങ്ങളാണ്, അല്ലെങ്കിൽ താന്ത്രിക പദ്ധതിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രചാരമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ അതിന് തൊട്ടു മുമ്പ് കാണുന്ന ഒന്നും പിൽക്കാലത്ത് കാണാത്തത്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പൊതുവാൾ എന്ന് പറയുന്നൊരു സമുദായം, നിങ്ങൾ മറ്റേ ക്ഷേത്രരേഖകളിൽ ഈ പൊതുവാൾ ഒരിക്കലും കൊട്ടുന്നതായിട്ട് കാണില്ല. അദ്ദേഹം ക്ഷേത്രം ഭരിച്ചിരുന്നയാളാണ്, ക്ഷേത്രത്തിൻ്റെ ഭരണകർത്താവായിരുന്നു ഒരു കാലത്ത് പൊതുവാൾ. പക്ഷേ നമുക്ക് അതുപോലെ കൂത്തൊക്കെ അവതരിപ്പിച്ചിരിക്കാനൊക്കെയുള്ള പലതരത്തിലുള്ള റെഫറൻസ് ഉണ്ട്. ഞാനിതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിവാദമാകും. മാരായൻ വിക്രമസിംഹൻ എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു ചാക്യാർ. അദ്ദേഹമാണ് ഈ പറഞ്ഞ ചോഴരാജാവിൻ്റെ സദസ്സിൽ, അത് നാടകശാലയിലാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ 15-ാം നൂറ്റാണ്ട് മുതലേ കൂത്തമ്പലത്തെക്കുറിച്ച് റെഫറൻസ് കിട്ടുന്നുള്ളൂ എന്ന്. അല്ല, 9-ാം നൂറ്റാണ്ടിലുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ ചോഴ രാജ്യത്ത് ഇവിടെ അടുത്ത് തഞ്ചാവൂരടുത്തുള്ള സ്ഥലത്ത് ഈ ചാക്യാർ കല അവതരിപ്പിച്ചിട്ടുണ്ട്, നാടകമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള റെഫറൻസ് ഉണ്ട്. ഞാനത് അതുപോലുള്ളൊന്നും ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരികയാണ്, അതൊന്നും പറയാൻ സമയമില്ലാന്ന്. അപ്പോൾ ഇതിലെ ധാരാളം ഈ വാദ്യങ്ങളെക്കുറിച്ചുള്ള റെഫറൻസ്, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ വാദ്യങ്ങളെക്കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ നിരന്തരം വരുന്ന ഒരു റെഫറൻസ് പഞ്ചമാശബ്ദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചമാശബ്ദത്തിൻ്റെ റെഫറൻസ് കേരളീയ ക്ഷേത്രരേഖകളിൽ ധാരാളമായിട്ട് ഉണ്ട്, തമിഴ്നാട്ടിലെ ക്ഷേത്രരേഖകളിലും ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രരേഖ പറയാം. തെന്നിന്ത്യൻ കൽവെട്ട് എന്ന് പറയുന്ന മദ്രാസ് മ്യൂസിയം പ്ലേറ്റ്സ് ഓഫ് പരകേസരിവർമ്മൻ എന്ന് പറയുന്ന ചോഴ രാജാവിൻ്റെ കാലത്ത്, ഉത്തമചോഴൻ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ കാലത്ത്, ഏകദേശം 10-ാം നൂറ്റാണ്ടാണ്, 973 മുതൽ 985 വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ആളാണ്. ഉകച്ചകൾ തലൈപ്പറൈ ഒன்றுം മത്തളി ഇരണ്ടും കരടികൈ ഒன்றுം താളം ഒன்றுം ചെകണ്ടികൈ ഒன்றுം കാളം ഇരണ്ടും കൈമണി ഒன்றுமாக ആൾ 9നുക്ക് പുടവേ മുകൽപ്പട ഉഴയൂർ പൊലിയൂട്ട് നെൽ 180 കാടിയും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഉഴയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തലപ്പറ 1, മത്തളി 2, കരടിക 1, താളം 1, ചെകണ്ടിക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചേങ്ങലയാണ്, കാഹളം, കൈമണി, ഇങ്ങനെ 7 വാദ്യങ്ങളും 9 പേരും ആയിട്ടാണ് അതിൽ ഈ ഇത് അവതരിപ്പിച്ചായിട്ട് വരുന്നത്. പഞ്ചമാശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐവകപ്പറൈ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ചെണ്ടൈ, അവിടെയാണ് വേറൊരു ഈ പറഞ്ഞ ചെണ്ടയുടെ ഒരു സൂചന വരുന്നത്. അതായത് ചെണ്ടൈ, തിമിലൈ, ചേകണ്ടി, കൈത്താളം, കാളം എന്നിങ്ങനെയാണ് ഒരു ഡിവിഷൻ. തത്തളി, മത്തളി, കരടികൈ, താളം, കാകളം എന്നിങ്ങനെ വേറൊരു ഡിവിഷൻ. ഇങ്ങനെ 2 തരത്തിൽ ഈ പറഞ്ഞ ഇതിനും പഞ്ചവാദ്യം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അതിനകത്ത് ഈ ഉവച്ചകൾ അത് വളരെ പ്രധാനമായിട്ടൊരു സംഗതിയാണ്. പിന്നെ വേറൊന്നുണ്ട്. ഇപ്പോൾ 1021 മുതൽ 1036 വരെ തൃക്കടിത്താനം ക്ഷേത്രരേഖ, തിരുക്കടിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കൊടിത്താനത്തുള്ള ക്ഷേത്രരേഖയാണ് കേരളത്തിലേത്. നഞ്ചുഴേനാട് വാഴിൻ്റെ മണൽമൻ്റെ തയ്യക്കിയൻ ശ്രീകണ്ഠൻ പഞ്ചമാശബ്ദമൈത്താൻ, അവിടെ പഞ്ചവാദ്യത്തിൻ്റെ സൂചന തന്നെയാണ് വരിക. നഞ്ചുഴേ നാടുവാഴിയായ മണൽമன்றത്ത് ഇയക്കൻ ശ്രീകണ്ഠൻ പഞ്ചവാദ്യത്തിന് ഏർപ്പാടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളി നീരാട്ടിന് 5 പേരും ശ്രീഭൂതബലിക്ക് 4 പേരും കൊട്ടണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടെയും 9 പേരെന്നുള്ളത് ശ്രദ്ധിക്കുക, അതൊരു പ്രധാനമായിട്ടുള്ള കണക്കാണ്. തിരുവല്ല ചെപ്പേടുകളാണ് വേറൊരു സംഗതി, 12-ാം ശതകത്തിലാണത്. പള്ളി നീരാട്ടിന് കൊട്ടുന്നത് 16 മേൽ പ്രായമുള്ള 5 പേർ അലക്കുമുണ്ടെടുത്തു വേണം. കൊട്ടാതെ ഒഴിയുന്നവർ ഓരോരുത്തരും കാൽപ്പണം പൊന്നുവീതം പിഴ കൊടുക്കണം. അന്നും ഈ പരിപാടിക്ക് അല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു, വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലാതെ. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് കാൽപ്പണം അങ്ങോട്ട് പിഴ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഏതായാലെന്താണ് ഞാൻ പറഞ്ഞത്, അതിൽ കൊട്ടികൾക്ക് 14ൽ 100 പറൈ എന്ന് പരാമർശമുണ്ട്. കൊട്ടികൾ എന്ന് കൊട്ടുന്നവരെ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഉവച്ചകൾ എന്നാണ് വേറൊരു പരാമർശം. ഉകച്ചകൾ എന്നൊക്കെയാണ് വേറൊരു പരാമർശം. കൊട്ടുന്നവരെ ആ പേരുകളിലാണ് അറിഞ്ഞിരുന്നത്. തുലാത്തിൽ വ്യാഴം നിന്ന മകരമാസം, ഞാൻ തമിഴ് വായിക്കുന്നില്ല, തുലാത്തിൽ അല്ല കേരളത്തെ ഭാഷ വായിക്കുന്നത്, തുലാത്തിൽ വിഴാരം നിന്ന മകരഞ്ഞായിട്ടു പൂതനാണ്ട വിയോഗത്തിനാൾ എന്ന് പറഞ്ഞിട്ടാണത്, മലയാളം മാത്രം പറയാം. തുലാത്തിൽ വ്യാഴം നിന്ന മകരമാസം വിശാഖത്തിനാൾ തിരുവല്ലാത്തവർക്ക് തിരുബലിക്ക് പഞ്ചമഹാശബ്ദം ഏർപ്പെടുത്തി. കിഴുമല, ശ്രദ്ധിക്കണേ, കിഴുമല നാടുവാഴി കണ്ടൻ കുമരൻ എന്ന മാളുവക്കോനാണ് അത് ഏർപ്പെടുത്തിയത്. 3 നേരം വെച്ചാൽ മുക്കാലം ശ്രീബലിക്ക് കൊട്ടാൻ 4 ചെണ്ടയും ഇവിടെയാണ് ഈ പരാമർശം പ്രധാനമായിട്ട് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ 12-ാം നൂറ്റാണ്ടിലെ തിരുവല്ല ചെപ്പേടിലാണ് ചെണ്ടയുടെ ഒരു പരാമർശം കാണുക. 4 ചെണ്ടയും 1 തിമിലയും 1 ചേകണ്ടിയും
അതുപോലെ ഒരു അണ കൈത്താളം, 2 കാളം ആയി 9 ജോലിക്കാരെ ഏർപ്പെടുത്തി എന്ന് പറയുന്ന ഒരു റെഫറൻസ് നമുക്ക് കിട്ടുകയാണ്. 4 ചെണ്ട, ഒരു തിമില, ഒരു ചേകണ്ടി, ഒരു കൈത്താളം, 2 കാളം, ഇങ്ങനെ 5 വാദ്യങ്ങൾ, ആകെ 9 പേർ. ഇതാണ് പഞ്ചമഹാശബ്ദം എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് അവതരിപ്പിച്ചിരുന്ന ഒരു സംഗതി. പിന്നെ ഒരു എന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ ലഭ്യമായിട്ടുള്ള കൃതിയായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. തിരുനിഴൽമാലൈ, അതായത് ഏകദേശം 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് കാലത്തുണ്ടായുള്ള തിരുനിഴൽമാലയിൽ നിരവധി റെഫറൻസുകളാണ് ആ കാലത്തെ കലാരൂപങ്ങളെക്കുറിച്ചുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൂത്തമ്പലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കൂത്തമ്പലം എന്ന് തന്നെയുള്ള പരാമർശം തിരുനിഴൽമാലയിലുണ്ട്. അതുപോലെ തന്നെ നാടകശാല എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പരാമർശവും തിരുനിഴൽമാലയിൽ ഉണ്ട്. പക്ഷേ ഈ കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചിരുന്നതാണ് രസം, കുറത്തിയാട്ടവും മറ്റുമൊക്കെയാണ്. അതാണ് കൗതുകരമായിട്ടുള്ള കാര്യം, കൂടിയാട്ടമല്ല, അല്ലെങ്കിൽ കൂത്തല്ല. അപ്പോൾ അത് വളരെ കൗതുകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നും. തിമിലയെക്കുറിച്ചും വെന്നിപ്പറയെക്കുറിച്ചും ശംഖിനെക്കുറിച്ചും ഒക്കെയുള്ള റെഫറൻസ് ഈ പറഞ്ഞ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഞ്ചവാദ്യത്തെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ഞാനിപ്പോൾ കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം തുടങ്ങിയിട്ടുള്ള കലകളിലെ താളങ്ങളെക്കുറിച്ചോ അതിലെ വാദ്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ അതൊക്കെ കലാമണ്ഡലം പോലൊരു സ്ഥലത്ത് എത്രത്തോളം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പകരം ഈ പറഞ്ഞ പഞ്ചവാദ്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പഞ്ചമേളം എന്ന് പറയുന്ന രീതിയിൽ ചാവിൽ, വഴക്കം എന്നാണ് പറയുക, ചങ്ക്, ജാലർ, തവുൽ, മത്തളം, പമ്പൈ എന്നിങ്ങനെ ഐവകൈ വാദ്യങ്ങളാണ് ഈ പറഞ്ഞ പഞ്ചമേളം എന്നറിയപ്പെടുന്നത്. പിന്നെ ഒന്ന് വേറൊരു പഞ്ചവാദ്യത്തിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിലേക്ക് എത്താവുന്ന വേറൊരു സൂചന പരീക്ഷവാദ്യത്തിൻ്റേതാണ്. അത് പാർഷദവാദ്യം ലോപിച്ചാണ് പരീക്ഷവാദ്യം ആയതെന്നൊക്കെ പറയുന്നു. അതിലാണ് വാദ്യോപകരണങ്ങളുടെ തിമില, അച്ചൻ ചണ്ട, ഇലത്താളം, കുഴൽ, കൊമ്പ്, ഇടയ്ക്ക, ഇത്രയും വാദ്യങ്ങളാണ് ഈ പരീക്ഷവാദ്യത്തിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു വാദ്യത്തിൽ നിന്നാണ് പഞ്ചവാദ്യം ഉണ്ടായതെന്ന് തൃക്കാംപുറം കൃഷ്ണകുട്ടിമാരൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ പഞ്ചമഹാശബ്ദം എന്നുള്ള രീതി നിരവധി തരത്തിലുള്ള വാദ്യകലകൾ ഉള്ളതുകൊണ്ട് പരീക്ഷവാദ്യം ആ രീതിയിലുള്ളതാണ്. പക്ഷേ അതിൽ നിന്നാണ് പഞ്ചവാദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്നത്തെ പഞ്ചവാദ്യം ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്ക് നിശ്ചയമില്ല. അത് നമുക്ക് ഒരു ചരിത്ര ദൃഷ്ടിയിൽ അങ്ങനെയും ഒരു റെഫറൻസ് ഉണ്ട്, അങ്ങനെയും ഒരു സംഗതി ഉണ്ട്. ഇപ്പോഴും അവതരിപ്പിച്ച് വരുന്നതാണെന്നൊരു കാര്യം സ്വീകരിക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ പഞ്ചവാദ്യത്തിനെക്കുറിച്ച് ഉള്ള വേറൊരു റെഫറൻസ്, പഞ്ചവാദ്യം என்பது 5 വാദ്യങ്ങളിൽ തുകപ്പാകും. ഇതിൽ പാണി, പേരി, മത്തളം, ചങ്ക്, മറ്റും ചേമക്കലം ആകിയ ഇശയക്കരുവികൾ അടങ്ങും. ഇങ്ങനെ 5 വാദ്യങ്ങൾ ചേർന്നിട്ട് പഞ്ചവാദ്യം. പാണി തിമില തന്നെയാണ്. ഇത് ഇപ്പോഴും അവതരിപ്പിക്കുന്നതാണ്. മത്തളം, ചങ്ക്, മറ്റും ചേമക്കലം ആകിയ, ചേമക്കലം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ചേങ്ങലയാണ്, ചേകണ്ടി തന്നെയാണ് ചേമക്കലം. അപ്പോൾ ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ, ഇതിൻ്റെയൊക്കെ റെഫറൻസ് ഞാൻ ഈ പറഞ്ഞ കൽവെട്ട് ലിഖിതങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പഞ്ചവാദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശ്ലോകം, മറ്റേ ഠക്കാജ കാംസ്യവാദ്യം എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്, അത് ഞാൻ വിടുന്നു. ഏതായാലും എന്താണ്, ആദ്യകാലങ്ങളിൽ പഞ്ചവാദ്യത്തിന് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ വേറെ നമ്മളുടെ അന്നമാരുടെ പുസ്തകത്തിൽ, രാജാനന്ദൻ നേരത്തെ പരാമർശിച്ച ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ ആദ്യകാലത്ത് പഞ്ചവാദ്യത്തിന് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ തിമില, തൊപ്പിമത്തളം, ചേങ്ങില, ഇടയ്ക്ക, കുറുങ്കുഴൽ, ശംഖ് എന്നിവയായിരുന്നു. അന്നും ഇന്നും മാറ്റമില്ലാതെ പഞ്ചവാദ്യത്തിൽ, ഞാൻ പറഞ്ഞു ഇവിടെയും ഉണ്ട് ആ വ്യത്യാസം. അതായത് തൊട്ട് മുമ്പ് അവതരിപ്പിച്ചിരുന്ന പഞ്ചവാദ്യത്തിൽ നിന്ന് പോലും നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചവാദ്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് അന്നമട പരമേശ്വരന്മാർ ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ യശശരീരനായ സുപ്രസിദ്ധ മദ്ദള വിദഗ്ധൻ, ഇത് അന്നമടയുടെ തന്നെ വാക്കുകളാണ് കേട്ടോ, മദ്ദള വിദഗ്ധൻ തിരുവല്ലുവാമല ശ്രീ വെങ്കിച്ചസ്വാമിയാണ് തൊപ്പിമദ്ദളത്തിന് പകരം ഇന്ന് നാം പഞ്ചവാദ്യത്തിൽ കാണുന്ന ശുദ്ധമദ്ദളം ചേർത്ത് പരിഷ്കാരങ്ങളുടെയും മാറ്റങ്ങളുടെയും ആരംഭം കുറിച്ച് ശ്രദ്ധിച്ചു നോക്കുക. അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന തൊപ്പിമദ്ദളമായിരുന്നു എന്നാണ് പറയുക. ഒന്നാലോചിച്ച് നോക്കുക, എത്ര വലിയ ഡിഫറൻസാണ്. മദ്ദളം എന്ന് പറയുന്ന വാദ്യത്തിൽ തന്നെ വന്നിട്ടുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. മദ്ദളത്തിൻ്റെ 2 വശങ്ങളിലൊന്നായ ചോറിട്ട തലയുടെയും തിമിലയുടെയും ശബ്ദങ്ങൾക്ക് വളരെയേറെ സാമ്യമുള്ളതായി കാണാം. ഈ തൊപ്പിമദ്ദളം നമുക്ക് സങ്കടം തോന്നുന്നൊരു വാദ്യമാണ്. എത്രയെത്ര കലകളിൽ നിന്നാണ് അത് ഒഴിവായി പോയെന്നറിയാം. കൃഷ്ണാട്ടത്തിൽ നിന്ന് ഒഴിവായി, അല്ല കൃഷ്ണാട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റേ കൃഷ്ണാട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്, തൊപ്പിമദ്ദളമുണ്ട്, ശുദ്ധമദ്ദളമുണ്ട്. മറ്റേ മോഹിനിയാട്ടത്തിൽ നിന്ന് ഒഴിവായിപ്പോയി, തുള്ളലിൽ നിന്ന് ഒഴിവായിപ്പോയി. ഇങ്ങനെ തൊപ്പിമദ്ദളം പണ്ട് ഉപയോഗിച്ചിരുന്ന പല കലാരൂപങ്ങളിൽ നിന്ന് അത് ഒഴിവായിപ്പോയി. ഞാൻ പറയാൻ വെച്ചാൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അന്നമട പരമേശ്വരർ 1973 പഞ്ചവാദ്യം എന്ന് പറയുന്ന കൃതിക്ക് എഴുതിയ ആമുഖത്തിൽ. ഇത് ഞാൻ ഉദ്ധരിച്ചതെന്ന് വെച്ചാൽ, പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കായിട്ട് ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയല്ല. ഈ അലകും പിടിയും മാറുക എന്ന് പറയില്ലേ, ആദ്യകാലത്ത് അലക് മാറി പിന്നീട് പിടി മാറി, എന്നിട്ട് അതേ കത്തിയാണെന്നാണ് നമ്മൾ പറയുക. അലകും പിടിയും പല ഘട്ടത്തിൽ മാറിയെങ്കിലും ഞാൻ പണ്ടൊരു കത്തി വാങ്ങിച്ചു, 20 വർഷം മുമ്പ്, 8 വർഷം മുമ്പ് ഞാൻ അതിൻ്റെ അലക് മാറി, 12 വർഷം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പിടി മാറി, വീണ്ടും അലക് കേടായപ്പോൾ അങ്ങനെ മാറി, അലകും പിടിയൊക്കെ മാറി, വീണ്ടും 20 വർഷം കഴിയുമ്പോഴും നമ്മൾ പറയുന്നത് 20 വർഷം മുമ്പ് വാങ്ങിച്ച കത്തിയാണെന്നാണല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഏത് വാദ്യകലാരൂപത്തിൻ്റെ ഏത് കലാരൂപത്തിനും വെച്ചാൽ അവതരണമാണല്ലോ ഇതിനകത്ത് പ്രധാനം. അപ്പോൾ ആ രീതിയിൽ അത് പഞ്ചവാദ്യം
ആകാനുള്ളൊരു കാരണം തീർച്ചയായിട്ടും താന്ത്രിക പദ്ധതിയിലാണ് അന്വേഷിക്കേണ്ടതെന്നാണ് ഇവിടെ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഇനി മറ്റ് വാദ്യങ്ങളെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല. പിന്നീട് പഞ്ചവാദ്യത്തിൽ വന്നിട്ടുള്ള വികാസങ്ങൾ നിങ്ങൾക്കറിയാം. 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് അത് ഈ രീതിയിൽ വികസിപ്പിച്ചതെന്ന് ഈ പഞ്ചവാദ്യ വിദഗ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് അന്നമടയുടെയും മറ്റുമൊക്കെയുള്ള റെഫറൻസിൽ നമുക്കറിയാൻ പറ്റും. ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂരി അദ്ദേഹം അത് വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങൾ പലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പല പ്രഭാഷണങ്ങളിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഇതാണ് വാദ്യകലയുടെ ഒരു ഏകദേശ ചരിത്രം. അതിനകത്ത് പഞ്ചവാദ്യത്തിലേക്ക് മാത്രം കൂടുതൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ ചില പരാമർശങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. തീർച്ചയായിട്ടും കലാമണ്ഡലം ഒരു ഗവേഷണ സ്ഥാപനമാണ്. ഇവിടെ വാദ്യകലയെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇത്തരത്തിലുള്ള ചരിത്ര അന്വേഷണം കൂടി ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രബലമായ ഒരു ഗവേഷണ വിഭാഗം കൂടി വികസിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമസ്കാരം. കേരളീയ വാദ്യ കലകളുടെ ആധാര ശിലയിലേക്കുള്ള അന്വേഷണമായിരുന്നു മനോജിൻ്റെ അതിപ്രൗഢമായ പ്രഭാഷണം. അദ്ദേഹം അതിങ്ങനെ ഖനിച്ചെടുക്കുകയായിരുന്നു. സംഘം കൃതികളിൽ നിന്ന് തുടങ്ങി. കാരണം അദ്ദേഹം അതിനെക്കുറിച്ചൊരു നോവൽ എഴുതിയിട്ടുള്ള നിലംപൂത്ത് മലർന്ന നാൾ എന്ന നോവൽ എഴുതിയ നോവൽകാരനും കൂടിയാണ്. മാത്രമല്ല ഈ യാഴ് കേട്ടാൽ സന്തോഷിക്കുന്ന അചുണം എന്ന ഒരു ജീവിയെപ്പോലെ തന്നെയായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയും അവസ്ഥ. ആ നിലയ്ക്ക് അതിൻ്റെ ഐതിഹ്യം, മിത്ത്, ചരിത്രം, സാഹിത്യം, അതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു സമാകലനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. നൃത്തം, ആട്ടം, കൊട്ട്, അതിൻ്റെ ശൈവ പാരമ്പര്യം, അതിൻ്റെ ക്ഷേത്ര പൂജാ കർമ്മങ്ങൾക്ക് ഇത് എപ്രകാരം വിനിയോഗിക്കപ്പെടുന്നു, അതിൻ്റെ വിനിമയം എങ്ങനെയൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഖനനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അദ്ദേഹത്തിന് മതിയായിട്ടില്ല, നമുക്ക് മതിയായിട്ടില്ല. കാരണം അത്രമേൽ ഗാഠമാണ്, അല്ലെങ്കിൽ ആഴത്തിലുള്ളതാണ് അത്. ഇനി വളരെ പരിമിതമായ സമയമേ ബാക്കിയുള്ളൂ എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. കലാനിരൂപകനായ വിനോദ് കണ്ടങ്കാവിൽ അദ്ദേഹം ഈ പഞ്ചവാദ്യത്തിനെ കുറിച്ചുള്ള ഒരു സംസാരം തുടരും. കേരളപാണിനീയം എന്ന വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ പീഠിക ആണ് എനിക്ക് മനോജിൻ്റെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഓർമ്മ വന്നത്. അതിന് സമവും സമാന്തരവുമായിരുന്നു അത്. വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, സമയം പഞ്ചവാദ്യത്തിൻ്റെ ഇടകാലം കൊട്ടി തീർത്തിരിക്കുകയാണ്. മുറുകിയ ഇടകാലത്തിനും ത്രിപുടയ്ക്കുമുള്ള സമയമേ ഇനിയുള്ളൂ. എങ്കിലും പഞ്ചവാദ്യത്തിൻ്റെ ഉൽപ്പത്തി വികാസങ്ങളെപ്പറ്റി, പഞ്ചവാദ്യത്തിൻ്റെ ക്ലാസ് ഇവിടെ കലാമണ്ഡലത്തിൽ തുടങ്ങിയിട്ട് 60 വർഷം ആയിരിക്കുകയാണ്. ഇന്നത്തെ രൂപത്തിലുള്ള പഞ്ചവാദ്യത്തിന് ഏകദേശം 100 വർഷത്തെ പഴക്കമേ പറയാനുള്ളൂ. പഞ്ചവാദ്യത്തിൻ്റെ പ്രാഗ്രൂപങ്ങൾ നിരവധിയായ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ മനോജ് കുറൂർ ഇവിടെ സംവദിക്കുകയുണ്ടായി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 100-120 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം തൃശ്ശൂർ ജില്ലകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന, എറണാകുളം തൃശ്ശൂർ അതായത് മൂവാറ്റുപുഴയുടെയും പെരിയാറിൻ്റെയും ചാലക്കുടി പുഴയുടെയും തീരത്തുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രങ്ങളിലെ നേരത്തെ പറഞ്ഞ പോലെ പൂജയുടെയും ദീപാരാധനയുടെയും ഇടയ്ക്കും ഉത്സവ ബലിക്കും മറ്റു ചടങ്ങുകൾക്കുമൊക്കെ ഇടയ്ക്ക് കൊട്ടിയിരുന്ന ചെറിയ പഞ്ചവാദ്യത്തിൻ്റെ പഴയ രൂപത്തെ അക്കാലത്തെ പ്രഗത്ഭരായ കലാകാരന്മാർ വികസിപ്പിച്ചാണ് ഇന്നത്തെ രൂപത്തിലുള്ള പഞ്ചവാദ്യം ആയി മാറിയത്. അതിന് ഏറ്റവും പ്രധാനമായ വേദിയായത് തൃശ്ശൂർ പൂരത്തിൻ്റെ മടത്തിൽ വരവ് പഞ്ചവാദ്യമാണ് എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. മടത്തിൽ വരവ് പഞ്ചവാദ്യത്തെ പറ്റി പറയുമ്പോൾ
മഠത്തിലേക്ക് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തിന് പഞ്ചവാദ്യം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും 200 വർഷത്തിൽ പരം കൊല്ലത്തെ പഴക്കമേ തൃശ്ശൂർ പൂരത്തിനുള്ളൂ. അതിൽ 150 വർഷത്തോളമേ മഠത്തിൽ വരവിലേ ഉള്ളൂ എങ്കിലും അതിൽ തന്നെ തുടക്കകാലത്തെ പഞ്ചവാദ്യങ്ങൾ ഇക്കാലത്തെ ഇന്നത്തെ 3-ാം കാലം മുതലുള്ള പഞ്ചവാദ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അക്കാലത്തെ ആളുകളെ പറയാറുണ്ട്. 1920-കളിലെ അന്നമനട സീനിയർ പരമേശ്വരമാരാരും, അന്നമനത്രയങ്ങളായ സീനിയർ പരമേശ്വരമാരാരും അച്യുതമാരാരും പീതാംബരമാരാരും അടങ്ങുന്ന യുവ തിമില കലാകാരന്മാരും മദ്ദളത്തിലെ മഹാമനീഷിയായ വെങ്കച്ചൻ സ്വാമിയുമൊക്കെ അടക്കമുള്ള പ്രമാണിമാർ ആ പഞ്ചവാദ്യത്തെ ഇന്നത്തെ രൂപത്തിലുള്ള പഞ്ചവാദ്യത്തിലേക്ക് അതിൻ്റെ ആ കാലം 3-ാം കാലത്തിൽ നിന്നും ഈ നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ കുട്ടന്മാരാർ പറയുകയുണ്ടായി 112, 244, 448, 896 ഒക്കെ ആക്കി ആ കൊട്ടുന്ന ആ ഒരു സമ്പ്രദായം വന്നപ്പോൾ അത് ജനങ്ങൾ വളരെയേറെ സ്വീകരിച്ചു എന്നുള്ളത് എക്കാലത്തും നമുക്ക് വളരെ ആശാവഹമായ. പഞ്ചവാദ്യം രൂപീകൃതമായതിന് ശേഷം വേറൊരു കലാരൂപം ഈ 100 കൊല്ലത്തിനുള്ളിൽ ഇത്രയധികം രൂപീകൃതമായി ഇത്രയധികം ജനകീയമായിട്ടുള്ളൊരു കലാരൂപം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിൽ അന്നമനടത്രയങ്ങളും അതുപോലെ തന്നെ വെങ്കച്ചൻ സ്വാമിയും കൊമ്പിൽ മച്ചാടപ്പു നായരും പട്രാത്ത് ശങ്കരമാരാരും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്കിനെ പറ്റി പറയുമ്പോൾ വളരെയേറെ പറയാനുണ്ട് നമുക്ക്. ഇന്നത്തെ മുറുകിയുടെ കാലത്തിലെ ഒറ്റ പിടിച്ചു കൂട്ടുമ്പോഴുള്ള അത് ആ കൊമ്പുകാരനായിട്ടുള്ള കൊമ്പ് രംഗത്തെ ഇന്നത്തെ ഇക്കാലം വരെ നമ്മൾ പറയുന്നില്ലേ മച്ചാടപ്പു നായർ, കൊമ്പിൻ്റെ മച്ചാട് പെരുമയിലെ ആ മച്ചാടപ്പു നായരുടെ കൊമ്പ്, ഒരു കൊമ്പ് കലാകാരന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഒരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അന്നമനട പീതാംബരമാരാരുടെ ത്രിപുടയിലെ തനിയാവർത്തനങ്ങൾ, അതുപോലെ തന്നെ അന്നമനട അച്യുതമാരാര്, ഇവരെക്കുറിച്ചൊക്കെ പറയാതെ പഞ്ചവാദ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവില്ല. അന്നമനട ത്രയങ്ങളിൽ നിന്നും തുടങ്ങി അത് പല്ലാവൂർ മണിയന്മാരാരിലേക്കും കുഞ്ഞുകുട്ടന്മാരാരിലേക്കും ഒക്കെ എത്തുമ്പോൾ ആ പഞ്ചവാദ്യം നിറയൗവനം ആയിട്ടുണ്ടായിരുന്നു. ആ ബാല്യകാലത്തിൽ നിന്നും നിറയൗവനം ആ അന്നമനടക്കാരിൽ നിന്നും പല്ലാവൂർക്കാരിലേക്ക് എത്തുമ്പോൾ, അതുപോലെ തന്നെ ചോറ്റാനിക്കര നാരായണമാരാർ. ഞാൻ കുട്ടനല്ലൂർ പൂരവുമായി ബന്ധപ്പെട്ട ആളാണ്. കാച്ചാങ്കുറിശി കണ്ണന്മാരാരുടെ മേളങ്ങളൊക്കെ നിരവധി കണ്ടിട്ടുള്ള ആളാണ്. കണ്ണേട്ടൻ പറയാറുണ്ട്, ചോറ്റാനിക്കര നാരായണമാരാരെ ഒരു ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയ അവിടെ നിന്ന് തൊട്ട് പഞ്ചവാദ്യമാണ്. പഞ്ചവാദ്യം വിജയിപ്പിക്കാൻ ഇത്രയേറെ ഗാംഭീര്യമുള്ളൊരു കലാകാരൻ ചോറ്റാനിക്കര നാരായണമാരാര്. അദ്ദേഹത്തിൻ്റെ തലയുയർത്തിപ്പിടിച്ച് ആ എടുപ്പുള്ള കൊട്ട് പഞ്ചവാദ്യത്തിലെ ഇന്നത്തെ കേരളത്തിലെ കലാമണ്ഡലത്തിലെ അന്നമനട പരമേശ്വരമാരാർ ചിട്ടയായി എഴുതി പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കൊട്ട് നമ്മുടെ സ്നേഹത്തോടെ പരമേട്ടൻ എന്ന് വിളിക്കുന്ന അന്നമനട ജൂനിയർ പരമേശ്വരമാരാർ പറയാറുണ്ട്, കൊട്ട് കേൾക്കാൻ വേണ്ടിയുള്ളതല്ല കാണാനും കൂടി വേണ്ടിയുള്ളതാണെന്ന്. ആ തിമില കലാകാരന്മാർ കൊട്ടുമ്പോൾ ആ കൊട്ടിൻ്റെ ഭംഗി, കയ്യുയർത്തി കൊട്ടുമ്പോഴുള്ള ഭംഗി, അത് കലാമണ്ഡലത്തിൽ അഭ്യസിപ്പിച്ചതാണ്. കലാമണ്ഡലത്തിലെ തിമില അഭ്യസനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വളരെയേറെ നിറവുള്ള കലാകാരന്മാർ നിരവധി കാലം ആയി കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്നു. അത് ജാതി മതഭേദമന്യേ നിരവധിയായ കലാകാരന്മാർ കേരളത്തിലും വിദേശത്തും ഉടനീളം പഞ്ചവാദ്യത്തിൽ സക്രിയ സാന്നിധ്യമായി മാറുന്നു എന്നത് കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണാവുന്നതാണ്. അന്നമനത്രയങ്ങൾക്കൊപ്പം തന്നെ കുഴൂർ കുട്ടപ്പമാരാർ, കുഴൂർ നാരായണമാരാർ, കുഴൂർ ചന്ദ്രമാരാർ തുടങ്ങിയ തിമില കലാകാരന്മാർ. അതിലെ കുഴൂർ ചന്ദ്രമാരാരുടെ ത്രിപുട, അദ്ദേഹത്തിൻ്റെ തിമിലയുടെ ആ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പരമേട്ടനെ തന്നെ ഒന്ന് കോട്ടിയാണ് അവിടെ.
ചന്ദ്രമാരാർ മരിച്ച് അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പറയണ്ടായി, ചന്ദ്രമാരാരുടെ തിമിലയിൽ വേറെ ആർക്കും കൊട്ടാൻ പറ്റില്ല, ചന്ദ്രമാരാർക്ക് തന്നെ കൊട്ടാൻ പറ്റുള്ളൂ. ഉള്ളിയുടെ തോല് പോലെ എടയ്ക്കയുടെ ആ വട്ടം പോലെയാണ് ചന്ദ്രമാരാരുടെ തിമിലയുടെ വട്ടം എന്ന് പറയാറുണ്ട്. അത്രയും അതിൽ നിന്ന് വരുന്ന നാദം ചന്ദ്രമാരാർക്ക് മാത്രം ആണ് അതിൽ നിന്ന് ശബ്ദമുണ്ടാക്കാൻ സാധിക്കുക എന്ന് പരമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്ത് തിമില കലാകാരന്മാർക്ക് വളരെ അധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന കാലത്ത് തിരുവില്ലാമല ചിന്നക്കുട്ട പൊതുവാൾ എന്ന കലാകാരനെ പറ്റി എന്നോട് പറഞ്ഞത് കേളത്തെ കുട്ടപ്പമാരാരാണ്. അക്കാലത്ത് പോലും ഇത്രയും നല്ല രീതിയിൽ തിമില കൊട്ടിയിരുന്ന ചെറുപ്പക്കാരനായ കലാകാരനായിരുന്നു ചിന്നക്കുട്ട പൊതുവാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഉയർത്തിക്കാട്ടിയ ആ പഞ്ചവാദ്യം ലോക മനസ്സുകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കലാരൂപമാണ്. ഇന്നിവിടെ പുരസ്കാരം നൽകി ആദരിച്ച കുരിശ്ശേരി അനിയേട്ടൻ ഇപ്പം നാളെ UAE പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് പഞ്ചവാദ്യത്തിൻ്റെ വളർച്ച തന്നെയാണ്. ആ പഞ്ചവാദ്യം തന്നെയാണ് 100 കൊല്ലത്തിനിപ്പുറം ഒരു കലാരൂപം അത് ഉണ്ടായി, അത് ഇത്രയേറെ വികസിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ചെങ്ങമനാട് ശേഖരക്കുറുപ്പും പെരുമ്പിള്ളി ഗോവിന്ദൻകുട്ടിമാരാരും ഒക്കെ അടങ്ങുന്ന, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക തേരോഴി അച്യുതക്കുറുപ്പുമൊക്കെ അടങ്ങുന്ന പഴയകാല കലാകാരന്മാർ കൊട്ടിയിരുന്ന പഞ്ചവാദ്യത്തിൽ നിന്ന് ഇന്നത്തെ യുവ കലാകാരന്മാരായ വാദ്യക്കാർ കൊട്ടുന്ന പഞ്ചവാദ്യത്തിലേക്ക് എത്തുമ്പോൾ ആ പഞ്ചവാദ്യത്തിൻ്റെ നിറവ് വളരെയേറെയാണ്. എല്ലാ കലാകാരന്മാരും അവരവരുടെ ആ കഴിവ് പ്രകടിപ്പിക്കാൻ പഞ്ചവാദ്യത്തിലുണ്ടാകുന്ന ആ ഒരു അവസരം അത് നമ്മൾ വളരെയേറെ ആലോചിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള കലാരൂപമായ പഞ്ചവാദ്യത്തിൻ്റെ 60ാം പിറന്നാൾ ഇനിയും 100, 150, 200 വർഷങ്ങൾ കഴിയുമ്പോഴും ഉത്തരോത്തരം വർദ്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു പഞ്ചവാദ്യ സദസ്സുകളും ഇതുപോലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. ഞാൻ കുറേയധികം എഴുതി പറയണമെന്ന് വിചാരിച്ചു എന്നാണ്. സമയത്തിൻ്റെ കുറവ്, ഇനി കൂടുതൽ സംസാരിച്ചാൽ വിജയകൃഷ്ണേട്ടൻ വടിയെടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കലാകാരന്മാരുടെ കൈകളിലൂടെയും മനസ്സിലൂടെയും പഞ്ചവാദ്യകല വളർന്നത് അവരുടെ പേരുകൾ വിശദീകരിച്ച് വിശദമായി സംസാരിക്കാൻ വിനോദ് കണ്ടങ്കാവിലിന് കെൽപ്പുണ്ട് എങ്കിൽ പോലും അദ്ദേഹം സമയബന്ധിതമായി സംസാരിച്ചതിന് സന്തോഷം. തുടർന്ന് സംസാരിക്കുന്നത് പാലക്കാട് മഹേഷ് കുമാർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ മൃദംഗവും മദ്ദളവും തമ്മിലുള്ള ചില താരതമ്യത്തിൻ്റെ സൗന്ദര്യശാസ്ത്രമാണ് പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എത്ര ഉദാത്തമായ സംഗീതമാണെങ്കിലും വിശന്നിരിക്കുന്നൊരവസ്ഥ, സുഖമില്ലാതിരിക്കുന്നൊരവസ്ഥ, ഈ രണ്ടവസ്ഥയിൽ അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. കേരള കലാമണ്ഡലം മൃദംഗ വിഭാഗം അധ്യാപകനായി ജോലി നോക്കുന്ന ആളാണ് ഞാൻ. ഈ പഞ്ചവാദ്യ വിഭാഗം വജ്ര ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ സെമിനാറിൽ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യാൻ എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയ സുഹൃത്തും പഞ്ചവാദ്യ വിഭാഗം മേധാവിയുമായ ശ്രീ വരവൂർ ഹരിദാസൻ ആശാനോടും ആ വിഭാഗത്തിനോടുമുള്ള നന്ദി ആദ്യം അറിയിക്കട്ടെ. ചെറുപ്പം മുതൽക്ക് മദ്ദളത്തിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പഠിക്കാൻ ആഗ്രഹിച്ചതും മദ്ദളമാണ്. എന്നെ ഈ കലയിലേക്ക് അടുപ്പിച്ചത്, ഒരു ആസ്വാദകനാക്കിയത് അന്ന് കാലത്ത്
തൻ്റെ കൊട്ടുകൊണ്ടും മാനറിസം കൊണ്ടും ഈ പഞ്ചവാദ്യ കലയിലേക്ക് ഒരുപാട് ആസ്വാദകരെ, ഞാനടക്കമുള്ളവരെ ആകർഷിച്ച അന്നത്തെ മദ്ദളപ്രമാണിയും കൂടിയായിരുന്ന, എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ള ശ്രീ കടവല്ലൂർ അരവിന്ദാക്ഷൻ ആശാനെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ ഫാനായി മാറി. അദ്ദേഹം എവിടെ കൊട്ടുമ്പോഴും പോയി കാണും. അന്നൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഈ പഞ്ചവാദ്യം കലയിലേക്ക് ഇത്രയും ആസ്വാദകരെ നേടിയെടുത്തതിൽ അദ്ദേഹത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആരും ആദ്യം അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും മനസ്സിലാക്കില്ലല്ലോ, അറിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ മാനറിസങ്ങൾ, ഒരു 6 അടി പൊക്കമുള്ള അദ്ദേഹത്തെ ഏത് തിരക്കിന് ഇടയിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എൻ്റെ ആദ്യ ഗുരുനാഥനായി അദ്ദേഹം. ഞാൻ ആദ്യമായിട്ട് വെറ്റില അടയ്ക്ക വെച്ച് ദക്ഷിണ വെച്ച് നമസ്കരിച്ചത് അദ്ദേഹത്തിനോടാണ്. ഇന്നും ഈ മദ്ദളം പഠിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു മൃദംഗക്കാരനായി മാറി. അപ്പോൾ ഈ പഞ്ചവാദ്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ ഇന്നലെയാണ് ഓടിപ്പോയിട്ട് കുറച്ച് റെഫറൻസ് ASN നമ്പീശൻ, അതുപോലെ ജോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക്, അങ്ങനെ 3-4 ബുക്കുകൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആ ബുക്കുകൾ ഇന്നലെ വായിച്ചപ്പോൾ എനിക്ക് ഈ വാദ്യങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ, ചില സിമിലാരിറ്റീസ്, അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പണ്ട് തൊപ്പി മദ്ദളം, മോഹിനിയാട്ടം, തുള്ളൽ അങ്ങനെയുള്ള കലാരൂപങ്ങൾക്കൊക്കെ വായിച്ചിരുന്നു എന്നും, ഇന്ന് മദ്ദളം വലത് കൈകൊണ്ട് ഇടംതലയിലും ഇടത് കൈകൊണ്ട് വലംതലയിലും കൊട്ടുന്നു. പക്ഷെ തൊപ്പി മദ്ദളം അതിൻ്റെ തുടക്കത്തിൽ ചോറിട്ട ഭാഗം വലത് കൈകൊണ്ട് വലംതലയിൽ തന്നെ കൊട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ഭാഗങ്ങളിലും നന്ദി മദ്ദളം കൊട്ട് എന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൃദംഗവും മൃദംഗവും മദ്ദളവും തമ്മിൽ ഒരുപാട് സാമ്യം എനിക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെ കഥകളിലും ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഈ തൊപ്പി മദ്ദളത്തിന് ഒരുപക്ഷെ ശ്രുതി ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പം നേരത്തെ പെരിങ്ങോട് ചന്ദ്രൻ ആശാൻ തിമലയുടെ കാര്യം പറയുമ്പോൾ 1.5 കട്ട ശ്രുതി എന്നൊരു കാര്യം പറഞ്ഞു. ഏകദേശം ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് മൂകാംബിക ക്ഷേത്രത്തിൽ പോയ സമയത്ത് മദ്ദള ചക്രവർത്തി ശ്രീ ചെറുപ്പളശ്ശേരി ശിവാശാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് അമ്പലത്തിൽ ഒരു തിരക്കുണ്ടാവില്ല. അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തെടുക്കുകയാണ്. ഞാൻ മദ്ദളത്തിൻ്റെ ചോറ് 4-4.5 കട്ടയ്ക്കാണ് ശ്രുതി ചേർക്കുക എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അന്നു മുതൽ എനിക്കുള്ളൊരു മോഹമാണ് മദ്ദളവുമായിട്ട് ഒരു 4-4.5 കെട്ടയ്ക്ക് മൃദംഗം ഒരു പരിപാടി ചെയ്യണം. ഏകദേശം ഒരു 98 കാലഘട്ടത്തിൽ പല്ലാവൂർ ശ്രീധരൻ, പല്ലാവൂർ ശ്രീകുമാർ അവരുമായിട്ട് വാദ്യവൃന്ദങ്ങൾ വായിക്കുകയും അതിനുശേഷം സാക്ഷാൽ അന്നമനട പരമേശ്വരമാരാർ അദ്ദേഹവുമായിട്ട് ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഫ്യൂഷൻ പരിപാടികൾ വായിക്കുകയും അങ്ങനെ ഈ ക്ഷേത്രവാദ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, കല്ലൂർ രാമൻകുട്ടി ആശാൻ, മട്ടന്നൂർ ആശാൻ, കരിയന്നൂർ ആശാൻ, എല്ലാവരുടെ കൂടിയും ഇതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ മൃദംഗത്തിലെ ആദ്യത്തെ പാഠം തത്തിദോനം. ആ താ വായിക്കുന്നത് ഇടംതലയിലാണ്, തീ വായിക്കുന്നത് വലംതലയിലാണ്, ദോം വായിക്കുന്നത് ഇടംതലയിലാണ്, നം വായിക്കുന്നത് വലംതലയാണ്.
ഈ ദോം മൃദംഗത്തിൽ നിന്ന് കടമെടുത്തതാണ് എന്നാണ് ശങ്കരവാര്യരുടെ ബുക്കിൽ ഇന്നലെ എനിക്ക് വായിക്കാൻ സാധിച്ചത്. അതുപോലെ നെക്സ്റ്റ് ലെസൺ തത്താ തിത്തി ദോം ദോം നം നം, മൃദംഗത്തിലും അത് തന്നെയാണ്. ഒരുപാട് ചൊല്ലുകൾ സിമിലാരിറ്റീസ് ഉണ്ട്. തളാങ്ക് തിത്തളാങ്ക് തത്തിത്തളാങ്ക് തക്കിട്ടത്തളാങ്ക്, ഇങ്ങനെ തിമിലയിലും മദ്ദളത്തിലും ഒക്കെ വായിക്കുമ്പോൾ ഈ കലാരൂപങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സമയമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം മട്ടന്നൂർ ആശാനായിട്ട് ഒരുപാട് പരിപാടികൾ വായിച്ചിട്ടുണ്ട്. അന്നേരം എനിക്ക് തോന്നിയ ഈ ഗിക്കാം നഗതരകാം എന്നുള്ള ഒരു ഗണപതി കൈയുണ്ട് ചെണ്ടയുടെ. അപ്പം എന്തൊക്കെ നമ്മൾ കലാരൂപങ്ങൾ ചേർന്ന് വായിച്ചാലും അവസാനം ഒരു നിയമ വ്യവസ്ഥയുണ്ട്. മൃദംഗത്തിൽ മോറ വായിക്കണം, 3 ടൈംസ് കൂർവ വായിക്കണം എന്നുള്ളത്. അന്നേരം എനിക്ക് തോന്നിയ ഒരു വിഷയം ഞാൻ ചെയ്തത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ നിർത്താം. അത് മൃദംഗത്തിൻ്റെ രീതിയിലാണ് ഞാൻ വായിച്ചത്. ത കിടതികത തക്കിടകിടതികത കിടതക ദിം ത ദിം ത ദിം തളാങ്ക ദിം ത ദിം ത തോം ത കിടതികത തക്കിടകിടതികത കിടതക ദിം ത ദിം ത ദിം തളാങ്ക ദിം ത ദിം ത തോം ത കിടതികത തക്കിടകിടതികത കിടതക ദിം ത ദിം ത ദിം തളാന്തകും ദിം ത ദിം ത ദിം തളാന്തകും ദിം ത ദിം ത ദിം തളാങ്ക ദിം ത തോം തളാങ്ക ദിം ത തോം തളാങ്ക ദിം ത ത കിടതികത തക്കിടകിടതികതാം ത കിടതികത തിക്കിടകിടതികതാം ത കിടതികത ദൊങ്കിടകിടതികതാം തക്കിടണക തതിങ്കിടകത കി തക്കിടണക തതിങ്കിടക തക്കിടണക തതിങ്കിടകത കി തക്കിടണക തതിങ്കിടക തക്കിടണക തതിങ്കിടക തതിങ്കിടക തതിങ്കിടകത. സമയക്കുറവ് കൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം. 2 വാദ്യങ്ങളുടെ വിനിമയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷ അദ്ദേഹം സോദാഹരണം വിവരിച്ചു. തുടർന്ന് ഇടക്കയെക്കുറിച്ച് ഏറെ സമഗ്രമായിട്ടാണ് കൊട്ടാരം സംഗീതമാരാർ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ സമയപരിധിയുണ്ട്. എങ്കിലും അദ്ദേഹം ഇടക്കയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖിം മാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേൻ പരമംബികാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ കലാകാരന്മാർക്കും നിരൂപകർക്കും വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ആദ്യമായി എന്നെ ഈ കൂത്തമ്പലത്തിലെത്തിച്ച ഹരിദാസേട്ടനും പഞ്ചവാദ്യം തിമല വിഭാഗം അധ്യാപകനുമായ ശ്രീ കലാമണ്ഡലം രതീഷ് അവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥൻ ശ്രീ സദനം ദിവാകരമാരാശാൻ്റെ മേളാചാര്യ പുരസ്കാര വേദിയിൽ ആശാനോടൊപ്പം ഇവിടെ വന്നിരുന്നു. കലാമണ്ഡലം കൂത്തമ്പലത്തിൻ്റെ കൊടിമരച്ചോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ കുട്ടിയായിരുന്നു അന്ന്. അപ്പോൾ ഓരോ പ്രവേശന കവാടത്തിൽ നിന്നും അതിഗംഭീരന്മാരായിട്ടുള്ള കലാകാരന്മാർ വരുന്നത് ഗുരുവായൂർ ആനക്കോട്ടയിൽ നിന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എൻ്റെ 2ാം വരവ് ഇന്ന് ഈ വേദിയിൽ സമ്മാനിച്ച ഇതിൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്.
സാക്ഷാൽ മൂകാംബികയുടെ സഹസ്രനാമങ്ങൾ വർണ്ണിക്കുന്ന ശ്ലോകമാണ് ഞാൻ ആദ്യമേ ഇവിടെ ആലപിച്ചത്. എന്തുകൊണ്ടും നമ്മുടെ വാദ്യ പാരമ്പര്യത്തിൽ ലളിതാ സഹസ്രനാമത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്. അതായത് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം എന്നു തുടങ്ങി ഭഗവതിയുടെ ആ രൂപഗുണങ്ങൾ വർണ്ണിച്ചു വന്നിട്ട് ആ സഹസ്രനാമത്തിനുള്ളിൽ നാരായണി നാദരൂപ നാമരൂപ വിവർജിത എന്ന ഒരു നാമാവലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാരായണി ഇല്ലെങ്കിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ ഈശ്വരിക്ക് നാമങ്ങളോ പേരുകളോ രൂപങ്ങളോ ഒന്നുമില്ല. എന്താണുള്ളത്? അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു രൂപമുണ്ടെങ്കിൽ അത് നാദത്തിൻ്റെ രൂപമാണ്. നമ്മളെല്ലാവരും നാദോപാസകരാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വാദ്യങ്ങളൊക്കെ ഈ കേരളീയ ക്ഷേത്ര അനുഷ്ഠാന പദ്ധതികളിലേക്ക് ചേർക്കപ്പെട്ടത് എന്നതിൻ്റെ തുടക്കം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. അപ്പോൾ ഈശ്വരൻ്റെ രൂപം ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവികർ, നമ്മൾ കേട്ടിട്ടില്ലേ, ശ്രീകൃഷ്ണ അവതാര സമയത്ത് തൻ്റെ കംസനെ അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ 8ാമത്തെ പുത്രനായ ഭഗവാൻ വധിക്കുമെന്ന് അശരീരി ഉണ്ടായെന്ന് പറയുന്നത്. അതായത് രൂപമില്ലാത്ത ശരീരമില്ലാത്ത ശബ്ദം, അതാണ് നമ്മുടെ ദേവത. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മുടെ ക്ഷേത്ര ആരാധനയോട് ബന്ധപ്പെടുത്തി നമ്മുടെ വാദ്യരൂപങ്ങൾ ചേർത്ത് വെച്ചത്. ഇതാണ് നമ്മുടെ വാദ്യ പാരമ്പര്യത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയക്കുറവ് മൂലം ഞാൻ കുറച്ച് നേരം നമ്മളുടെ ഇടയ്ക്കയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നു, ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് നിലകൊള്ളുന്ന വാദ്യം ഇടയ്ക്കായി എന്ന് പറഞ്ഞ് ഇടയ്ക്കയെ പറ്റിയൊക്കെ നമ്മുടെ മനോജ് കുറൂസ് സാറ് വളരെ ചരിത്രപരമായി സംസാരിച്ചു. പക്ഷേ ആരാധനാപരമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം നമ്മളുടെ വിശ്വാസങ്ങളെ പിൻപറ്റിയാണ് നമ്മുടെ പൂർവികർ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങൾ 64 കലകളും ഉൾക്കൊള്ളുന്ന വാദ്യമാണ് ഇടയ്ക്ക എന്നാണ് പറയുന്നത്. ഇടയ്ക്കയിൽ ഈ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 64 കലകളും ഉണ്ടെങ്കിൽ അത് എല്ലാ വാദ്യങ്ങളിലും ഉണ്ടായിരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കയിൽ 4 വേദശാസ്ത്ര കലകൾ കൂട്ടിച്ചേർത്തത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ പുലർത്തുന്നത്. കുഞ്ഞുകുട്ടികൾ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ മുതിർന്നവരെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ, ഞങ്ങളുടെ നാട്ടിലൊരു സംസാരമുണ്ട്, ചവിട്ടാൻ പാടില്ല, കാലിൽ മന്ത് വരും എന്ന് പറയും. അപ്പോൾ ഈ കുട്ടിക്ക് പേടിയാണ്, കാലിൽ മന്ത് വന്നാലോ. ചവിട്ടരുതെന്ന് പറയുന്ന അച്ഛനമ്മമാർക്കും ചവിട്ട് കൊള്ളുന്ന ആൾക്കും ഈ കുട്ടിക്കും അറിയാം കാലിൽ മന്ത് വരില്ല. പക്ഷേ ഈ കുട്ടി എന്തുകൊണ്ടാണ് ചവിട്ടാത്തത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം, എനിക്ക് മന്ത് വരും, മൂത്തവരെ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കുട്ടി അത് അനുവർത്തിച്ച് പോരും. അപ്പോൾ അതേപോലെ നമ്മളുടെ ഇടയ്ക്കയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രവാദ്യങ്ങളിലും ഓരോ കഥകൾ കൂട്ടിച്ചേർത്ത് നമ്മളെ പൂർവികന്മാർ പഠിപ്പിച്ചിരിക്കുന്നു ഇല്ലേ. പല ക്ഷേത്രവാദ്യങ്ങളുടെയും നിർമ്മാതാവ് ശിവനാണെന്നാണ് പറയണത്. ആരാണ് ശിവൻ? നമ്മൾ വിശ്വസിക്കുന്ന മഹാദേവനാണോ? അങ്ങനെയാണെങ്കിൽ ഈ വാദ്യങ്ങളെല്ലാം കൈലാസത്തിൻ്റെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടില്ല? പിന്നെ ആരാണ് ഈ ഉദ്ദേശിച്ച ശിവൻ? നമ്മളുടെ ചില ഭക്തജനങ്ങളെല്ലാവരെയും കാണുമ്പോൾ നമഃശിവായ എന്ന തൊഴുതുകൊണ്ട് നമഃശിവായ എന്ന നമസ്കാരം എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ശിവം എന്ന ചൈതന്യത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശിവൻ എന്ന് നമ്മുടെ പൂർവികന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മഹാനായ വാദ്യ ഋഷി പരമ്പരയിലെ ഒരു പണ്ഡിതനായിരുന്നിരിക്കാം. അദ്ദേഹം നമ്മുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും വിശ്വാസ പാരമ്പര്യമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഇല്ലെങ്കിൽ നിർമ്മിച്ച വാദ്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇടയ്ക്ക, ചെണ്ട, തിമല, മദ്ദളം. ഉദാഹരണമായിട്ട് നമ്മളുടെ ഇടയ്ക്ക ഇവിടുന്ന്
വാങ്ങിച്ചുകൊണ്ട് പോയി പുറത്തു പോകുന്ന തണുപ്പ് രാജ്യങ്ങളിൽ ചെല്ലുന്ന കലാകാരന്മാരില്ല പഠിക്കുന്നവർ പറയാറുണ്ട്, താങ്കൾ നിർമ്മിച്ച ഇടയ്ക്കൊക്കെ ശബ്ദമില്ല, തിരിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന് നല്ല ശബ്ദമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക? നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോകണ്ട, നമ്മളൊരു AC റൂമിലിടുക, ഇടയ്ക്ക തൂക്കിയിടുക, AC നല്ല കൂട്ടി വയ്ക്കുക, ഇടയ്ക്കിടെ ശബ്ദം അടയ്ക്കും. ഈ ഇടയ്ക്ക് തന്നെ ഒരു വെയിലത്ത് തൂക്കിയിട്ടോട്ടെ, അപ്പോഴും ഇതേ പ്രതിഭാസമാണ്. അപ്പോൾ ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും ഒക്കെ ഈ കേരളീയ വാദ്യമായ ഇടയ്ക്കയുടെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ചൂട് കൂടുമ്പോഴും തണുപ്പ് കൂടുമ്പോഴും നമ്മൾ ഒരു തുടം വെള്ളം കയ്യിലെടുത്തിട്ട് ഇടയ്ക്കയിൽ തൂക്കും. അപ്പോൾ ചൂടായാലും തണുപ്പായാലും അതിനുള്ള മരുന്ന് ഒരു തുടം വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇരുത്തി ചിന്തിച്ചാൽ ഇതൊക്കെ നമ്മുടെ കേരളീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിർമ്മിച്ച വാദ്യരൂപങ്ങളാണ്. വാദ്യങ്ങളാണെങ്കിലും ശാസ്ത്രങ്ങളാണെങ്കിലും ജ്യോതിഷം, വാസ്തു മുതലായ ശാസ്ത്രങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കോളൂ. കന്നിമൂല എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കുന്നില്ലേ? എന്താണ് ഈ കന്നിമൂല? നമ്മൾ ഇതിലെ വാദ്യങ്ങളെയും ശാസ്ത്രങ്ങളെയും ഒക്കെ ചേർത്ത് പഠിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുള്ളൂ. കന്നിമൂല എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ എന്താ? നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പറയുന്ന പേരാണ് കന്നിമൂല. അപ്പോൾ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊരു ചിന്താഗതി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ വാസ്തുശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കന്നിമൂല എന്ന വാക്ക്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താഴ്ന്ന ഭൂമിയാണ് നമ്മൾ വാസയോഗ്യമാക്കേണ്ടത് എന്നൊക്കെ അവർ നേരത്തെ നമ്മളെ വിശ്വാസപരമായ ശാസ്ത്രങ്ങളിലൂടെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇടയ്ക്കയിൽ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 64 കലകളും എന്ന ആ ഒരു കഥ കൂട്ടിച്ചേർത്തത് ഇതിൻ്റെ പ്രയോഗ സാധ്യത കണക്കാക്കി മാത്രമാണ്. ഇവിടെ ഇടയ്ക്കയിൽ തൂക്കി ഇട്ടിരിക്കുന്ന 64 പൊടിപ്പുകളില്ലെങ്കിലും ഇടയ്ക്കയിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടാവും. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തച്ഛൻ, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം പുന്നമരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ പുന്നയ്ക്ക അതിൻ്റെ കുരു എടുത്തിട്ട് ക്ഷേത്രത്തിലെ ഉടയാട തുന്നി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി പൊടിപ്പുകളുണ്ടാക്കി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കയിൽ പിൽക്കാലത്ത് വന്ന മാറ്റങ്ങളാണ് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ ഭംഗിയുള്ള പൊടിപ്പുകൾ. ഇപ്പോൾ 4000, 5000, 15000, 16000 വരെ പൊടിപ്പുകളുണ്ട് അല്ലേ? അത് കലാകാരന്മാരുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ പൂർവികരായ നമ്മുടെ വിദ്വാൻമാരുടെ ദീർഘദൃഷ്ടിയാണ്. ഇടയ്ക്ക് താഴെ വയ്ക്കാൻ പാടില്ല, ഭൂമിക്ക് ഭാരമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല വീഡിയോകളിലും പലരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടയ്ക്കയിൽ പൊടിപ്പ് ചേർത്ത് ഉപയോഗിക്കുമ്പോഴും ചേർക്കാതെ ഉപയോഗിക്കുമ്പോഴും ഒക്കെയുള്ള ആ വ്യത്യാസം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടയ്ക്കയിൽ കൂടി പാട്ടുകൾ വായിക്കാൻ കഴിവുള്ള കലാകാരന്മാർക്കാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ഒരു പൊടിപ്പ് എടുത്ത് മാറ്റിയാൽ കുറച്ചുകൂടി ശബ്ദം ഉണ്ടാവും. ചിലപ്പോൾ എല്ലാം വച്ചെങ്കിലേ അതിനകത്ത് ശബ്ദം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രയോഗ സാധ്യത മനസ്സിലാക്കി പൂർവികർ നിർമ്മിച്ച വാദ്യങ്ങളാണ് നമ്മുടെ ക്ഷേത്രവാദ്യങ്ങൾ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഒത്തിരി തയ്യാറായിട്ട് വന്ന സമയമില്ല. അപ്പോൾ ഇത്രയും നേരം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അതിനുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് തുടങ്ങി ഇടയ്ക്കയുടെ ദേവവാദ്യ ചൈതന്യത്തെക്കുറിച്ച് സംഗീത കൊട്ടാരം വളരെ മനോഹരമായി തന്നെ അല്ലെങ്കിൽ കാവ്യാത്മകമായി തന്നെ സംസാരിച്ചു. ഈ സെമിനാർ അക്ഷരാർത്ഥത്തിൽ സഫലമായി. കാരണം ശിലപ്പതികാരം, കമ്പരാമായണം, സംഘം കൃതികൾ മുതൽ പഞ്ചവാദ്യത്തിൻ്റെ ഈ ചരിത്രം വരെ മനോജ് കുറൂർ വളരെ വിശദമായി സംസാരിച്ചു. കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിൻ്റെ വാദ്യ ചരിത്രം തമിഴകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും അതിൻ്റെ സാഹിത്യ കൃതികളിൽ നിന്നും ശാസനങ്ങളിൽ നിന്നുമാണ് ആരായേണ്ടത് എന്ന പുതിയ ഒരു ദിശാസൂചന അദ്ദേഹം നൽകി.
2.5 മണിക്കൂറിന് പാകപ്പെട്ട് വന്ന പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് അത് അഗാധമാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര സമയം നൽകാൻ നമുക്ക് സാധിക്കാതെ വന്നതിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. വിനോദ് കണ്ടങ്കാവിൽ പഞ്ചവാദ്യത്തിലെ പ്രധാനികളെക്കുറിച്ച് ഇന്ന് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്ന ചെങ്ങമനാട് ശേഖരക്കുറുപ്പ്, പെരുമ്പള്ളി ഗോവിന്ദമാരാർ, പേരഴി ഗോവിന്ദക്കുറുപ്പ്, അതുപോലെ തിരുവിലാമല ചിന്നക്കുട്ട പൊതുവാൾ, ചോറ്റാനിക്കര നാരായണമാരാർ തുടങ്ങിയവരെക്കുറിച്ച് സംസാരിച്ചു. അത് വ്യക്തികേന്ദ്രിതമായ ഒരു പഞ്ചവാദ്യ വിശകലനമായിട്ട് മാറി. ഒപ്പം കലാമണ്ഡലത്തിൻ്റെ നിസ്തുലമായ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. പാലക്കാട്ട് മഹേഷ് കുമാർ, ഇപ്പോൾ ഇന്നലെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരോട് ചെണ്ടയുടെ ഗണപതിക്കൈ അടക്കം, അപ്പോൾ പലപ്പോഴും അദ്ദേഹം അവിടെ ഈ ചൊല്ലിയ ആ കൊരുവ വായ്ത്താരി, അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കിഴപ്പണം കുമാരൻ നായർ അഷ്ടകലാശം താത്താ കിടതി കഥാ തക്കിട കിടതി കഥാ കിടതി കഥാ കിടക്കു തക്കുത്തേ തക്കിട കിടതാ കിടതി കഥാ തക്കിട കിടതി കഥാ എന്ന് പറയുന്ന അദ്ദേഹം ആ ലവണാസുരത്തിലെ ഹനുമാനൊക്കെ അഷ്ടകലാശം എടുത്ത ആ ഒരു ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എസ് എൻ നമ്പീശൻ്റെ പുസ്തകങ്ങൾ ഇന്നലെ മട്ടന്നൂരുമായിട്ട് സംസാരിച്ചു. അപ്പം നിരന്തരമായ ഒരു വിനിമയവും ഗവേഷണവും ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കടവല്ലൂർ അരവിന്ദാക്ഷനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ ഈ മൃദംഗവും മദ്ദളവും തമ്മിലുള്ള ഛായാസാമ്യത്തിനപ്പുറം അതിൻ്റെ ഒരു വിനിമയ ഭാഷയെക്കുറിച്ച്, പിന്നെ ഇടയ്ക്കയെക്കുറിച്ച്, ഇടയ്ക്കയുടെ സംഗീതത്തെക്കുറിച്ച്, അത് ഒരേ സമയം കൊട്ടുവാദ്യവും സംഗീതവാദ്യവുമായി മാറുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ പൊടുപ്പിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഒരു പഞ്ചവാദ്യ സ്ഥലത്ത് പല്ലാവൂരപ്പുമാരാർ ആ ഇടയ്ക്കയുടെ എല്ലാ ജീവക്കോലും അഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പഞ്ചവാദ്യം കൊട്ടി. അത് വലിയ വിവാദമായി. ആ വിവാദം തുടങ്ങി വെച്ചത് തൃക്കാമ്പ്ര കൃഷ്ണൻകുട്ടിമാരാണ്. അത് ഇടയ്ക്കയോട് ചെയ്യുന്ന അപരാധമാണ്, അനീതിയാണ്, അങ്ങനെയാണ് അതിനെ കലാമണ്ഡലം പരമേശ്വരൻ അടക്കമുള്ളവർ അതൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തു. ജന്മഭൂമി പത്രത്തിലാണ് വന്നത് തോന്നുന്നു. അപ്പോൾ അത് പല്ലാവൂരപ്പമാരെ പോലുള്ള അദ്ദേഹം ചെയ്ത വലിയ ആ വാദ്യത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്നൊക്കെ വലിയൊരു ചർച്ച ഉണ്ടായ കാലമുണ്ടായി. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പല്ലാവൂരപ്പമാരവരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, എനിക്കന്ന് തോളിൽ വേദനയായിരുന്നു, ഇതെല്ലാം കൂടി ഏറ്റി നിൽക്കാൻ പോയി ഞാനത് അഴിച്ചു വെച്ചു. അത്രേ അദ്ദേഹം അതിന് പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ 4 ജീവക്കോലും 64 പൊടുപ്പും ഇട്ടിട്ട് എങ്ങനെ കൊട്ടുന്നു അതുപോലെ അദ്ദേഹം കൊട്ടി. എനിക്ക് കഴുത്തിന് ഇവിടെ കൈപ്പലായ്ക്ക് വേദനയായിരുന്നു, ഞാനത് അഴിച്ചു വെച്ചു. അത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇതൊക്കെ അത്രയും അനോപമമായ സർഗസിദ്ധിയുള്ള കലാകാരന്മാർക്ക് ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ള ഇടയ്ക്കയുടെ ഘടന. അപ്പോൾ എന്തായാലും സംഗീതമാരാർക്ക് ഇടയ്ക്കയെ പറ്റി ധാരാളം അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന. അപ്പോൾ തീർച്ചയായും ഈ 4 പേരും വളരെ വിശദമായി സമയബന്ധിതമായിട്ട് സംഗ്രഹരൂപത്തിൽ അവരവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഈ പഞ്ചവാദ്യത്തിൻ്റെ വജ്ര ജൂബിലിയെ അതിലെ സെമിനാറിനെ സാർത്ഥകമാക്കുന്ന വിധം സർഗാത്മകമായി സംസാരിക്കുകയും ചെയ്തു. ഒപ്പം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. സാധാരണ ഇങ്ങനെ ഒരു സെമിനാറിൽ സദസ്സുമായിട്ടൊരു സർഗ സംവാദം പ്രസക്തമാണ്. പക്ഷേ ഇനി അടുത്ത 2 മണിക്ക് പൂമ്പുപറ്റ പരീക്ഷാവാദ്യമൊക്കെ തുടങ്ങേണ്ടതുകൊണ്ട് ഇവിടെ കാലടി കൃഷ്ണയ്യർ സാറുണ്ട്, കൊടകര രമേശ്, നെല്ലുവായി ശശി, പെരിങ്ങോട് കലാമണ്ഡലം ചന്ദ്രേട്ട, അങ്ങനെ പലരും ഇതിൽ വേദിയിൽ സദസ്സിലിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ധാരാളം സംശയങ്ങളുണ്ട് എന്ന് അവരുടെ മുഖവും മനസ്സും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ക്ഷമിക്കുക, ഇതിനുള്ള ഒരു സമയം ഇനി ഇല്ലാത്തത് കൊണ്ട് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, വേദിയിലുള്ള സദസ്സിലുള്ള എല്ലാ സഹൃദയ സുമനസ്സുകൾക്കും ഇങ്ങനെ ഒരു ആശയം ഈ വജ്ര ജൂബിലി സെമിനാറിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന ഈ മദ്ദള തിമല വിഭാഗത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി, നമസ്കാരം.